لبيك لبيك لا شريك لك അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 ദിവസമായി നാം ഉംറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ സംബന്ധമായി സംസാരിക്കുകയും ഉംറയുടെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തുകയും ചെയ്തു. നിശ്ചിത ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ശാരീരികമായ ശുദ്ധി വരുത്തി, നഖം വെട്ടി, ശരീരത്തിൽ നിന്നും നീക്കപ്പെടേണ്ട രോമങ്ങളെല്ലാം നീക്കി കുളിച്ചതിന് ശേഷം ഉംറയുടെ ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നെയ്യത്തോടെ കുളിച്ചതിന് ശേഷം അവൻ വീട്ടിൽ വച്ച് 2 റക്അത്ത് സഫറിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുകയും ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും ഓതി സലാം വീട്ടി അവിടെ ഇരുന്ന് ദുആ ചെയ്തു. ശേഷം ഒരു ആയത്തുൽ കുർസി ഓതി, ലിഈലാഫി ഖുറൈശിൻ എന്നതും ഓതി അവിടെ നിന്നും എഴുന്നേറ്റു. വീട്ടിലുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞു. അവൻ ഇടതുകാല് മുന്തിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കൂട്ടമായി ദുആ ചെയ്തു. നിശ്ചിത വാഹനത്തിൽ അവൻ നേരെ എയർപോർട്ടിലേക്കോ ഹജ്ജ് ക്യാമ്പിലേക്കോ പോയി അവിടെ വച്ച് ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു. ആ സുന്നത്തിൽ നാം പ്രത്യേകം കരുതണം എന്ന് പറഞ്ഞത് ഉംറയുടെ ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്തായ നമസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടെ അവൻ നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും ഓതി അവിടെ ഇരുന്ന് ദുആ ചെയ്തു. അതേ ഇഹ്റാമിൻ്റെ വേഷത്തിൽ ആയി അവൻ അവിടെ വച്ച് അല്ലെങ്കിൽ വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഉംറയുടെ നിയ്യത്ത് വെക്കുക. ഒന്നാമത്തെ ഫർളായ ഇഹ്റാമിലേക്ക് കടക്കുക. നവൈതുൽ ഉംറത വ അഹറംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് 3 പ്രാവശ്യവും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് 3 പ്രാവശ്യവും അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സഖതിക വന്നാർ എന്ന് 3 പ്രാവശ്യം ചൊല്ലി അവൻ യാത്ര തുടർന്നു. അവൻ ജിദ്ദയിൽ വന്നിറങ്ങി അവൻ്റെ ലഗേജ് എല്ലാം എടുത്തു. നിശ്ചിത വാഹനത്തിൽ അവൻ കയറി നേരെ വിശുദ്ധമായ മക്കയിൽ അവൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. റൂമിൽ ചെന്ന് വിശ്രമിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഒളുവൊക്കെ എടുത്തു റെഡിയായി. നിങ്ങൾ രണ്ടാമത്തെ ഫർളായ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി വിശുദ്ധമായ കഅബയുടെ ഭാഗത്തേക്ക് മത്താഫിലേക്ക് ഇറങ്ങി വന്നു. മത്താഫിൽ വെച്ചുകൊണ്ട് കഅബ ആദ്യമായി കാണുമ്പോൾ ചെയ്യേണ്ട ദുആ ചെയ്തു. ആ കഅബയെ പറ്റി പഠിച്ചു, മനസ്സിലാക്കി. രണ്ടാമത്തെ ഫർളായ തവാഫ് നാം ആരംഭിച്ചു. 7 ചുറ്റൽ അവസാനിപ്പിക്കുന്ന ഒരു തവാഫ് ആ നിലയിൽ തവാഫും ചെയ്തു. തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരവും നിർവഹിച്ചു. ശേഷം അവൻ സംസം വെള്ളം കുടിച്ചു. പിന്നീട് 3ാമത്തെ ഫർളായ സഈ ചെയ്തു. സഫ കുന്നിൻ്റെ മുകൾ മുതൽക്ക് സഫ മുതൽ ആരംഭിച്ചു. മർവയിൽ അവസാനിപ്പിക്കുമ്പോൾ 7 പ്രാവശ്യം നടക്കുമ്പോൾ അവൻ 7ഓടുകൂടെ അവൻ്റെ സഈയും കഴിഞ്ഞു. അതിനുശേഷം മുടിയും കളഞ്ഞു. അതോടുകൂടെ ഉംറ കഴിഞ്ഞു. ഇതുവരെ ഇഹ്റാം കൊണ്ട് ഹറാമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവകളിൽ നിന്നെല്ലാം അവൻ എന്ത് ചെയ്തു? മോചിതനായി അവൻ ഒരു ഉംറ നിർവഹിച്ചു. അവൻ മക്കയിൽ താമസിക്കുകയാണ്. ഇതല്ലേ ഇതുവരെ പറഞ്ഞത്? ഇന്നലെ 2 ദിവസമായി പറയുന്നതിൻ്റെ ആകെ സാധ്യം അതല്ലേ ഉള്ളൂ. അൽഹംദുലില്ലാ. ഇപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് ഓർമ്മ വന്നല്ലോ, ഒന്ന് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഓർമ്മ വന്നല്ലോ. അൽഹംദുലില്ലാ. ഇനി നിങ്ങളെ ഞാൻ എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്? മക്കയിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. മക്ക എന്ത് എന്ന് നാം അറിയണം. കാരണം നമുക്ക് അല്ലാഹ് നൽകിയ പ്രത്യേകമായ നിഅമത്ത്, ആ പുണ്യഭൂമിയിൽ നമുക്ക് എത്താനുള്ള സൗഭാഗ്യം നൽകിയിരിക്കുന്ന ആ പുണ്യഭൂമിയുടെ ഫളൽ എന്താണ്, ആ പുണ്യഭൂമിയുടെ ശ്രേഷ്ഠത എന്താണ് എന്ന് നാം അറിയുമ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. മഹാനായ അബ്ദുല്ലാഹിബിൻ അദി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന്നഹു സമിഅ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ വാഖിഫുൻ അലാ റാഹിലതിഹി ബിമക്ക. മഹാനായ സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറത്തുൽ ഖളാ നിർവഹിക്കുന്നതിന് വേണ്ടി മക്കയിൽ വന്നു. ഉംറത്തുൽ ഖളാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മദീനയിൽ നിന്നും ഒരു ഘട്ടത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ
മക്കയിലുള്ള ഖുറൈശികളായ ആളുകൾ തടസ്സം നിൽക്കുകയും ഈ വർഷം നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തടസ്സം നിന്നു. അങ്ങനെ നബി തങ്ങൾ തിരിച്ചു പോകേണ്ടി വന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. നബി തങ്ങൾ അവിടെ കോലാഹലം സൃഷ്ടിക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും തീരുമാനിച്ചില്ല. നബി തങ്ങൾ തിരിച്ചുപോയി എങ്ങോട്ട്? മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. ആ നഷ്ടപ്പെട്ടു പോയ ഉംറയെ ഖളാ വീട്ടുന്നതിന് വേണ്ടി വീണ്ടും അടുത്ത വർഷം തിരിച്ചു വന്നു. അതാണ് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നത്. അതാണ് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നത്. ആ ഖളാ വീട്ടുന്നതിന് വേണ്ടി വന്ന ആ ഘട്ടത്തിൽ ആ ഉംറയെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഉംറയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു തിരിച്ച് വീണ്ടും മദീനയിലേക്ക് പോകുമ്പോൾ, വീണ്ടും മദീനയിലേക്ക് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുമ്പോൾ, നബിതങ്ങൾ വഹുവ വാഖിഫുൻ അലാ റാഹിലത്തിഹി ബിമക്ക, മക്കയിലുള്ള നബിതങ്ങളുടെ വാഹനത്തിന്റെ മുകളിൽ നബിതങ്ങൾ ഇരിക്കുകയാണ്. യാത്ര ചെയ്തു വന്ന വാഹനമേതോ ആ വാഹനത്തിന്റെ മുകളിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുന്നതിന് വേണ്ടി വാഹനത്തിന്റെ പുറത്ത് കയറി നിൽക്കുന്നു. വഹുവ യഖൂലു ലിമക്ക, നബിതങ്ങൾ മക്കയോട് പറയുകയാണ്, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാ, അല്ലയോ മക്കയെ, അല്ലയോ മക്കയെ. തിരിഞ്ഞു നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കിയ മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നു, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, തീർച്ചയായും മക്കയെ അല്ലാഹുവിൻ്റെ ഭൂമികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഭൂമിയാണ് നീ. അല്ലാഹുവിൻ്റെ ഭൂമികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഭൂമിയാണ് നീ. അങ്ങനത്തെ മക്കയെ വഅഹബ്ബു അർളില്ലാഹി ഇലയ്യ, അല്ലാഹുവിൻ്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും മക്കയെ നീ തന്നെയാണ്. കാരണം എൻ്റെ ജന്മദേശമാണിത്, എന്നെ പ്രസവിക്കപ്പെട്ടത് ഇവിടെയാണ്, ഞാൻ വളർന്നത് ഇവിടെയാണ്, എൻ്റെ കുടുംബാദികൾ ഉള്ളത് ഇവിടെയാണ്, എൻ്റെ മൂത്താപ്പ കൊച്ചാപ്പന്മാർ കുടുംബാദികൾ ആരെൻ്റെ രക്തബന്ധുക്കൾ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഉള്ളത് ഇവിടെയാണ്. 40 വർഷത്തോളം ഞാൻ ഓടിക്കളിച്ച് ജീവിച്ച, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ യുവത്വം വരെ കാലഘട്ടം ഇവിടെ ചെലവഴിച്ച ഞാൻ നിന്ന പുണ്യ മണ്ണാണ് മക്ക. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കയെ, നിന്നിൽ നിന്നും തിരിച്ചു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വലൗല അന്നി ഉഖ്രിജ്തു, എന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, അതേ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി 13 വർഷത്തെ പ്രബോധനത്തിന്റെ പേരിൽ മക്കയിലുള്ള കുഫാറുകളായ ഖുറൈശികളായ ആളുകൾ നബിതങ്ങൾക്കെതിരെ ഏതെല്ലാം മാർഗത്തിൽ എതിർക്കാൻ സാധ്യമായോ ആ മാർഗങ്ങൾ മുഴുവനും അവലംബിച്ചുകൊണ്ട്, എന്തിനധികം സ്വന്തം നാട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്ത നിലയിൽ നബിതങ്ങളെ മറ്റു പുറംതള്ളുന്ന ഒരവസ്ഥയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ, വലൗല അന്നി ഉഖ്രിജ്തു, എന്നെ ഇവിടെയുള്ള ഖൗമുകൾ ഖുറൈശികളായ ആളുകൾ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചില്ലായിരുന്നുവെങ്കിൽ, മാ ഖറജ്തു മിങ്കി, മക്കയെ നിന്നോട് ഞാൻ വിട പറയുകയില്ലായിരുന്നു എന്ന് സങ്കടത്തോടുകൂടെ വിഷമത്തോടുകൂടെ മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ, നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഭൂമികൾ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് ഏത്? വിശുദ്ധമായ മക്ക. കഅബ ഉൾപ്പെടുന്ന മക്കയാകുന്ന ആ ബൗണ്ടറി, നിശ്ചിത ബൗണ്ടറിയുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ആ ഭാഗം ഏറ്റവും പുണ്യമായ ഭാഗമാണ്. നാം മനസ്സിലാക്കുക, നബിതങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ റബ്ബിൻ്റെ തീരുമാനം അങ്ങനെ മദീനയിലേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മഹാനായ, അപ്പം അത്രയും ശ്രേഷ്ഠതയുണ്ട് എന്നർത്ഥം. മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മക്കയിൽ താമസിക്കുന്ന സമയത്ത്, മനസ്സിലാക്കണം, നിങ്ങൾ മക്കയിലാണ് താമസിക്കുന്നത് ഇപ്പോൾ. മക്കയിൽ താമസിക്കുന്ന സമയത്ത് മക്കയിൽ വച്ച് ഒരു നോമ്പ് പിടിക്കുക എന്നത് മക്കയുടെ വെളിയിൽ വെച്ച്, അതേ ഹറമിൻ്റെ വെളിയിൽ വെച്ച് 1,00,000 നോമ്പ് പിടിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല എന്ന് പറയുന്നു. 1,00,000 നോമ്പ് ഇവിടെ വെച്ച് നാം നോമ്പ് പിടിക്കുമ്പോൾ, അവിടെ പോയി ഒരു ദിവസത്തെ നോമ്പ് പിടിച്ചാൽ കിട്ടും ഏതിൻ്റെ പ്രതിഫലം?
ഒരു ദിവസത്തിന് 1,00,000 പ്രതിഫലം, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1,00,000 പ്രതിഫലം, ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ 1,00,000 പ്രതിഫലം. ഇങ്ങനെ ഓരോ അമലുകൾക്കും 1,00,000 വരുന്നതിൻ്റെ പ്രതിഫലം ലഭ്യമാകുന്ന പുണ്യഭൂമിയിലാണ് നിലവിൽ നിങ്ങൾ താമസിക്കുന്നത് എന്ന ചിന്ത നിങ്ങൾക്ക് വേണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മക്കയുടെ വെളിയിൽ വച്ച് 70 തെറ്റുകൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായി ഞാൻ കാണുന്നത് ഈ ഹറമിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുക എന്നത് ആണ് എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മനസ്സിലായി പറഞ്ഞത്? മക്കയുടെ വെളിയിൽ വെച്ച് 70 തെറ്റ് ചെയ്യുക എന്നതിനേക്കാളും ഗുരുതരമായി ഞാൻ കാണുന്നു ഞാൻ ഈ മക്കയിൽ വെച്ച് ഒരു തെറ്റ് ചെയ്യുക, ഹറമിൽ വെച്ച് ഒരു തെറ്റ് ചെയ്യുക എന്നത് എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. പോരാ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ആരെങ്കിലും വിശുദ്ധമായ ഹറമിൽ വെച്ച് അക്രമപരമായി ചെയ്യണമെന്ന്, അനീതി ചെയ്യണമെന്ന്, അക്രമം ചെയ്യണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ, ചെയ്താൽ എന്നല്ല, ആരെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ ഞാൻ അവനെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. ഖുർആനായി പറയുന്നത്, എൻ്റെ ഹറമിൽ വെച്ച് ഞാൻ പ്രത്യേകമായി സ്ഥാനം നൽകിയ പുണ്യഭൂമിയാണ് എൻ്റെ ഈ മക്കയിലെ ഹറം. പായതുകൊണ്ട് ആ പവിത്രമായ പുണ്യഭൂമിയിൽ താമസിക്കുന്ന കാലഘട്ടത്തോളം നിങ്ങൾ അവിടെയുള്ള ഒന്നിനെയും കുറ്റം പറയരുത്, ഒന്നിനെയും നിങ്ങൾ ആക്ഷേപിക്കരുത്, ആരെയും ഉപദ്രവിക്കരുത്, ആരെയും അസഭ്യം പറയരുത്. ഇങ്ങനെയുള്ള ഏതെല്ലാം തെറ്റുകളുണ്ടോ അവകളെയെല്ലാം വളരെ ഗൗരവത്തോടുകൂടെ കണ്ടുകൊണ്ട് പരമാവധി അമലുകൾ നിങ്ങൾ കൂടുതൽ ചെയ്യണമെന്ന പ്രോത്സാഹനമാണ് ഈ ആയത്തിലൂടെയും സഹാബത്തിൻ്റെ ജീവിതത്തിലൂടെയും സയ്യിദനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ചെലവാക്കിയ കാശ് മുതലാക്കാൻ അതുപോലെ നമുക്ക്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, വലിയ പുണ്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ വെച്ച് കിട്ടുന്ന ഭക്ഷണത്തിന് കുറ്റം ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അസ്വാരസ്യമുണ്ടാകാം, പലതും നിങ്ങൾക്ക് കണ്ടേക്കാം, പല നിലയിലുള്ള പലതും നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ഈ ഘട്ടങ്ങളിലെല്ലാം എൻ്റെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഭൂമിയാണിത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്, അള്ളാഹു പവിത്രമാക്കിയത്, സയ്യിദനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മണ്ണിൽ വച്ച് എൻ്റെ വായിൽ നിന്നും, എൻ്റെ സംസാരത്തിൽ നിന്നും, എൻ്റെ പ്രവർത്തനത്തിൽ നിന്നും, എൻ്റെ വിശ്വാസത്തിൽ നിന്നും ഒന്നുമേ ഉണ്ടാവുകയില്ല എന്ന ഒരു തീരുമാനം എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നിങ്ങളിൽ ഉണ്ടാകണം. എങ്ങാനും വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് നമ്മിൽ നിന്നും ഉണ്ടായത് എങ്കിൽ, ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായും നാട്ടിൽ വന്ന് അവൻ അനുഭവിക്കേണ്ടി വരും, ഉറപ്പാണ്. നാട്ടിൽ വന്ന് എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും, ഉറപ്പായ കാര്യമാണ്. ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ നാട്ടിൽ വന്നവൻ എന്ത് ചെയ്യും? അനുഭവിക്കണം. 100 കണക്കിന് അനുഭവങ്ങൾ പറയാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഞാൻ അതൊന്നും പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പരമാവധി നാം എന്ത് ചെയ്യണം? ഈ മക്ക, പുണ്യ മക്ക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മക്കയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ നിശ്ചിത കാലം താമസിക്കണം. നിശ്ചിത കാലം എന്നുവരെ? ഹജ്ജ് വരെ. അത് കഴിഞ്ഞാൽ തോന്നിവാസം ചെയ്യണമെന്ന് അർത്ഥത്തിലല്ല, നിലവിൽ ഹജ്ജ് വരെ. ഇപ്പോൾ നിങ്ങൾ ഏകദേശം ദുൽഖഅദ് 1 പോകുന്നുവെങ്കിൽ, ഏതുമാകട്ടെ, എന്നാണോ നിങ്ങൾ ഇവിടുന്ന് പോകുന്നത്, പോയി ഉംറ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു നിശ്ചിത കാലത്തോളം 2 ആഴ്ച 3 ആഴ്ച അവിടെ താമസിക്കേണ്ടി വരും ഹജ്ജിൻ്റെ സമയമാകുന്നതിന് വേണ്ടി. കാരണം ദുൽഹജ്ജ് 8 മുതൽക്കാണ്, അല്ലെങ്കിൽ 7 മുതൽക്കാണ് ഹജ്ജിൻ്റെ അമലുകൾ ആരംഭിക്കുന്നത്. ദുൽഹജ്ജ് 8 മുതൽക്കാണ്, അല്ലെങ്കിൽ 7 മുതൽക്കാണ്. എന്തിനാ അല്ലെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ പറയാം നമുക്ക്. അപ്പോൾ ഈ നിലയിൽ അന്ന് വരെ അതിൻ്റെ ഇടവേളയിൽ മിക്കവാറും 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ മക്കയിൽ നിങ്ങൾ താമസിക്കേണ്ടി വരും. താമസിക്കുമ്പോൾ എന്താ അമലപ്പം ചെയ്യേണ്ടത്?
എന്തൊക്കെ ചെയ്യണം നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചാർട്ട് നമുക്ക് വേണ്ടേ? ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ആ ഘട്ടത്തിൽ. അതാണ് നിങ്ങൾക്ക് 10 ലിസ്റ്റ് തരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. നിങ്ങൾ അവിടെ ചെന്നാൽ 10 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം. പരമാവധി നമുക്ക് ആ പുണ്യഭൂമി ധന്യമാക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം ഇക്സാറുൽ ഉംറ, ഉംറകൾ അധികരിപ്പിക്കുക. എങ്ങനെയാണ്? ഉംറകൾ അധികരിപ്പിക്കുക. ഇന്നലെ നമ്മൾ ഉംറ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ റൂമിൽ കിടന്ന് ഉറങ്ങാനാണോ നമ്മുടെ തീരുമാനം? അല്ല. പിന്നെന്ത് ചെയ്യണം? ഇനി കുറേ എന്തൊക്കെയോ ചെയ്യണം. ഉംറ മാത്രമല്ല, നമുക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽപ്പെട്ട ഒന്ന് എന്താണ്? ഉംറകൾ അധികരിപ്പിക്കുക. പലരും സാന്ദർഭികമായി പറയുന്നു, പലരും ഒരു ഉംറ ചെയ്താൽ അത് മതി, പിന്നെ വേണ്ട എന്ന നിലയിൽ നിരുത്സാഹപ്പെടുത്തുന്ന പലരെയും നിങ്ങൾക്ക് കാണാം. അത് അവർ പറഞ്ഞോട്ടെ, അത് അവരുടെ ജോലിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആരോഗ്യമനുസരിച്ചുകൊണ്ട് പരമാവധി അടിവരയിടുന്നു. ആരോഗ്യമനുസരിച്ചുകൊണ്ട് പരമാവധി ഉംറകൾ നിങ്ങൾ എന്ത് ചെയ്യുക. ഞാൻ വീണ്ടും അടിവരയിടുന്നു. ആരോഗ്യം നോക്കിക്കൊണ്ട് ഉംറകൾ അധികരിപ്പിക്കുക. കാരണം ചില ആളുകൾ ഉംറ അങ്ങോട്ട് ചെയ്ത് ശരീരത്തെ മുഴുവൻ ക്ഷീണിപ്പിക്കും. അവസാന ഹജ്ജ് എന്ന് പറയുന്ന വലിയ ത്യാഗമുള്ള ആ ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ആൾ അവശതയായി പോകും. അതിന് നിൽക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആരോഗ്യം നോക്കി കൂടുതൽ ഉംറകൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ഉംറകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒറ്റ ഉംറ മാത്രം കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. 4 ഉംറകൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിദേശ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ആനുകൂല്യമാണ്, സൗകര്യമാണ്, സന്ദർഭമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒന്ന്, ഉംറകൾ അധികരിപ്പിക്കുക. യുവാക്കളായ ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ, ആരോഗ്യമുള്ള സഹോദരിമാർ, നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ പുണ്യമായ സ്ഥലത്ത് വീണ്ടും പോയി ഉംറ ചെയ്യുക. എങ്ങനെയാണ് വീണ്ടും പോയി ഉംറ ചെയ്യുന്നത്? നിങ്ങൾ താമസിക്കുന്ന ആ റൂം, ആ ബിൽഡിംഗ്, നിങ്ങളിപ്പോൾ റൂമിലല്ലേ, ഒരു ബിൽഡിങ്ങിലല്ലേ താമസിക്കുന്നത്. അവിടെ നിന്നും നിങ്ങൾ കൂടി തീരുമാനം 4-5 പേര് നിങ്ങളുടെ കൂടെയുള്ള ഗ്യാങ് സഹിതം തീരുമാനം എടുക്കുക. നമുക്ക് നാളെ ഒരു ഉംറക്ക് പോകാം എന്നൊരു തീരുമാനം എടുക്കാം. തീരുമാനമെടുത്താൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇന്നലെ നമ്മൾ വീട്ടിൽ വെച്ച് ആ പണിയൊക്കെ ചെയ്യണം. ഏത്? ശാരീരികമായി ശുദ്ധി വരുത്തി, ശരീരം നീക്കപ്പെടേണ്ട ഒന്നും ഉണ്ടാവില്ല, കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ് നഖമൊക്കെ വെട്ടെന്ന് പറഞ്ഞില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്നാലും അതിൻ്റെ ആമുഖങ്ങളൊക്കെ നമ്മൾ ചെയ്ത് എന്ത് ചെയ്യുക? കുളിക്കുക. നിയ്യത്ത് എങ്ങനെ വെക്കണം? ഉംറയുടെ ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്തായ കുളി, ഞാൻ കുളിക്കുന്നു എന്നുള്ള നിയ്യത്തോടുകൂടെ കുളിച്ച് കഴിഞ്ഞു നാം ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക. ധരിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ഗ്യാങ്ങിനെയും കൂട്ടി നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹറമിൽ നിന്നും, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മിക്കവാറും ഒരു 5 കിലോമീറ്റർ അകലെയുള്ള മസ്ജിദ് ആയിഷ, തൻഈം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തൻഈം, ആ സ്ഥലത്തിന് മസ്ജിദ് ആയിഷ എന്ന് പറയും. ഇപ്പോൾ പൊതുവെ ആളുകൾ ആയിഷപ്പള്ളി എന്ന് പറയും. അതൊരു ഒരു ഹുർമത്തുള്ള ഒരു കാര്യമല്ല. സംഗതി ശരിയാണ് കേട്ടോ. അപ്പോൾ ഒരു മസ്ജിദ് ആയിഷ, ആ പള്ളിയിലേക്ക് പള്ളി ഉള്ള സ്ഥലത്ത് നാം എന്ത് ചെയ്യണം? പോകണം. അതെന്തിനാണെന്നറിയാമോ? അത് ഹറമിൻ്റെ വെളിയിലാണത്. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അങ്ങോട്ട് പോകണെന്തിനാ? ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ റൂമിൽ നിന്ന് തന്നെ കുളിച്ച് റെഡിയായി ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു നിശ്ചിത സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഉംറ എന്ന് പറഞ്ഞ് വിളിക്കും. വണ്ടിക്കാർ, കാറിൻ്റെ ആളുകൾ അല്ലെങ്കിൽ മറ്റു വാഹനക്കാർ വിളിക്കും, ഉംറക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു ഗ്യാങ്ങോട് കൂടെ പോയിട്ട് എന്ത് ചെയ്യുക? ഞാൻ വരുന്നുണ്ട്. ചിലപ്പോൾ 5 റിയാൽ ചോദിക്കും, ചിലപ്പോൾ 10 റിയാൽ ചോദിക്കും പോകാനും റിട്ടേൺ വരാനും. 10 റിയാൽ ചോദിക്കും, ചിലപ്പോൾ 20 റിയാൽ. അത് ഓരോ ഡ്രൈവർമാരുടെ സ്വഭാവം അനുസരിച്ചും മനോഗതി അനുസരിച്ചും. പിന്നെ അവരോട് പേശിയൊക്കെ എന്ത് ചെയ്യുക? 10 20 തരില്ല, 10 തരാം എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ കഴിവാണ് അതൊക്കെ. പിന്നെ ഒരു അമലിൻ്റെ കാര്യമാണല്ലോ. 10 10, 15 15, 20 എന്ത് ചെയ്യുക? കൊടുത്തേക്കും. നമ്മുടെ അഭിമന്യനായ ഗുരു ശൈഖുന വടതല ഉസ്താദ് അവറുകൾ, മൂസ ഉസ്താദ് അവറുകൾ പ്രത്യേകിച്ച് പറയുന്നവർ ഹജ്ജിൻ്റെ അമലുമായി, ഉംറയുടെ അമലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പേശാൻ നിൽക്കരുത്.
എന്തിന് എത്ര ചിലവാക്കേണ്ടി വന്നാലും ചിലവാക്കിയേക്ക് അതൊരിക്കലും അത് നഷ്ടമല്ല എന്ന്. അള്ളാഹു താല അത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനവരുടെ കബറിടം അള്ളാഹു താല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ചെന്ന് ആ നിശ്ചിത സ്ഥലം, അവിടെ മുന്നിൽ റോഡിൽ നിന്ന് വണ്ടി കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഉംറക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകിച്ച് സ്ഥലമുണ്ട്. അവിടെ തൊട്ടടുത്ത് എന്തുണ്ട്? ഒരു സ്ഥലം. അതിനു വേണ്ടി ഉംറക്കാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ബസ്സുകളുണ്ട്. ബസ്സിൽ പോയി 2 റിയാലുള്ളൂ. അങ്ങനെ ആ നിശ്ചിത സ്ഥലത്ത് പോയി. ശരിക്കും മനസ്സിലാക്കണം, എന്ന് പറഞ്ഞാൽ പരസഹായം ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ റൂമിൽ നിന്നും ഇറങ്ങി കയ്യിൽ പൈസ ഒക്കെ എടുത്തോളണം കേട്ടോ. കയ്യിൽ പൈസ ഒക്കെ എടുക്കണാലും ബെൽറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രാ രേഖകൾ, മാലകൾ, ഇതൊക്കെ കഴുത്തേന്ന് ഊരരുതിട്ടാ. കഴുത്തേന്ന് മാലയൊക്കെ ഇട്ട് തരും നിങ്ങൾക്ക്. എന്തിന്? അടയാളത്തിന് വേണ്ടിയുള്ള മാല. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മാലകളുണ്ടാകും, വളയുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ കളയരുത്. എൻ്റെ കൂടെ ഹജ്ജിന് വേണ്ടി വന്നൊരു സഹോദരി, നിങ്ങൾക്ക് ഒരു പക്ഷെ പറഞ്ഞാൽ ആളെയൊക്കെ അറിയും, അവർ മരണപ്പെട്ടു പോയി. അള്ളാഹു താല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവർക്ക് കഴുത്തിൽ മാല എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൊക്കെ എഴുതിയ ഫോട്ടോ ഒട്ടിച്ച മാലയില്ല, ഐഡൻറ്റി കാർഡ്, അതിട്ട സമയത്ത് മാല ഇട്ട സമയത്ത് എനിക്ക് എൻ്റെ മാപ്പിള മുമ്പ് മാല ഇട്ടതാണ്, ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ മാല വേണ്ടാൻ പറഞ്ഞത്. ആ മാല ഊരിയെടുത്ത് ബാഗിനകത്ത് വെച്ച് സുബ്ഹാനല്ലാഹ് റൂമിൽ വച്ചേർന്നു. എന്നിട്ട് ഒരു ഹറമിൽ പോയി കാല് തെറ്റി വീണ് വഴുതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആളേതാ, എന്താണ്, എവിടെയായി, വീട്, ഊര്, പേര്, ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? വളരെ വിഷമിക്കേണ്ടി വന്നു. കുറേ അനുഭവങ്ങൾ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എവിടെ ചെന്നാലും ഈ ഹാജി, ഞാൻ ഒരു ഹാജിയാണ്, ഇന്ന മുത്തവ്വിഫിൻ്റെ കീഴിൽ നമ്പറിൽ വന്നയാളാണ്, നമ്മുടെ അഡ്രസ്സ് എന്ത് ചെയ്യുന്നു മറ്റുള്ളവർക്ക് കിട്ടണം. ആയതുകൊണ്ട് നിങ്ങളുടെ കഴുത്തിലിട്ടിരിക്കുന്ന മാലയും കയ്യിലിട്ടിരിക്കുന്ന വളയും നമ്മുടെ കയ്യിലുള്ള കാർഡും കളയരുതേ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. 100% പ്രത്യേകം സൂക്ഷിക്കണം. ആകട്ടെ, അങ്ങനെ നാം എന്ത് ചെയ്യുന്നു? ആ ബസ്സുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ ചെന്നാൽ ഇൻഷാ അല്ലാഹ് അവിടെ ബസ് ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ കാറുണ്ടാകും. ഏതാണോ അതിനകത്ത് കയറി ഇഹ്റാമിൻ്റെ വേഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ മസ്ജിദ് ആയിഷയിലേക്ക് പോവുക. 5 കിലോമീറ്റർ അകലെ ദൂരമുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങിയാൽ, ആ പള്ളിയിൽ ചെന്ന് ഇറങ്ങിയാൽ, ഒതു ഇല്ലെങ്കിൽ ഒതു എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വേഗം ഒതുവൊക്കെ എടുത്ത് പള്ളിയിൽ ചെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? 2 റക്അത്ത് നിസ്കരിക്കുക. ഏത് നിസ്കാരം? ഇഹ്റാമിൻ്റെ നമസ്കാരം. ഏത് ഇഹ്റാമിൻ്റെ? ഉംറയുടെ ഇഹ്റാമിൻ്റെ. കഴിഞ്ഞ ദിവസം നിസ്കരിച്ചല്ലേ നമ്മൾ? ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഉംറയുടെ നിസ്കാരത്തിൽ എന്ത് ചെയ്യുക? ഉംറയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നിസ്കരിച്ച് ഓതേണ്ട സൂറത്തൊക്കെ അറിയാമല്ലോ, അതൊക്കെ ഓതി അവിടെ ഇരുന്നുകൊണ്ട് ദുആ ചെയ്ത് തലയിൽ തട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് തോളിലിട്ട് പുരുഷന്മാർ, സ്ത്രീകൾ ആ പറഞ്ഞതുപോലെ ഇഹ്റാമിൻ്റെ വേഷഭൂഷാദികളും ആ ഇഹ്റാമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് അവിടെ ഇരുന്നു കൊണ്ട് നിയ്യത്ത് വെക്കുക. നവൈത്തുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞ് ആ തൽബിയത്തും ചൊല്ലിക്കഴിയുമ്പോൾ അവനാരായി? 2ാമത്തെ ഉംറ ചെയ്യുന്ന ഉംറയിലേക്ക് കടന്നവനായി മാറി. അല്ലേ? കടന്നു. ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ആ വാഹനം നിങ്ങളെ കാത്തു കിടക്കുന്നുണ്ടാകും. ആ വാഹനത്തിൽ തന്നെ ചെന്ന് കയറി ഇരുന്ന് നിങ്ങളെ നേരെ ഹറമിലേക്ക് കൊണ്ടുപോയി ഇറക്കും. ഇനി ആ വണ്ടി പോയിന്നിരിക്കട്ടെ, പേടിക്കേണ്ട. അവിടെ നിന്നുണ്ട് എന്ത് ബസ് വണ്ടിക്കാർ വിളിക്കും, ഹറം 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 എന്ന് വിളിക്കും. ഇതുവരെ ആദ്യം വിളിച്ചത് എങ്ങനെയാ? ഉംറ 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 എന്ന് വിളിച്ചത്. അപ്പോൾ ആ ബസ്സിൽ കയറി അങ്ങോട്ട് പോവുക. തിരിച്ചു പോകുമ്പോഴോ ഹറം 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 എന്ന് വിളിക്കും. അതിനകത്ത് കയറി നേരെ ഹറമിലേക്ക് ചെന്ന് ഏകദേശം ഹറമിൻ്റെ പരിസരത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി കഴിയുമ്പോൾ അതിൽ നിങ്ങൾ ഇറങ്ങി നേരെ പോവുക. എങ്ങോട്ട്? മത്താഫിലേക്ക് പോവുക. മത്താഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇന്നലെ പറഞ്ഞല്ലോ അതൊക്കെ. കഅബയിലേക്ക് തവാഫ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം? ഇന്നലൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അതിനുള്ള ദുആ, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത. കഅബ കാണുമ്പോൾ അതും ഒരു പുതിയ കാഴ്ച പോലെ കണ്ടോ നിങ്ങൾ? ഇറങ്ങിച്ചെന്ന് കണ്ണിറയെ കാണുമ്പോൾ അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ മഹാബത്തൻ വ സിദ് മൻ ശറഫഹു വ കറമഹു വ മജ്ജദഹു വ അല്ലമഹു മിമ്മൻ ഹജ്ജഹു വ ഇഅ്തമറഹു തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ ബിറ. അല്ലാഹുമ്മ അന്ത സലാം വ മിൻക സലാം ഫഹയ്യനാ റബ്ബനാ ബിസ്സലാം. പറയുക, മലയാളത്തിൽ ദുആ ചെയ്യുക. പടച്ചോനെ, എനിക്ക് കഅബ
കാണാൻ അവസരം കിട്ടി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നിങ്ങൾക്ക് പറയേണ്ട ദുആയൊക്കെ ചെയ്തു. പിന്നെ ആ പറഞ്ഞതുപോലെ കഅബയൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, തവാഫ് ചെയ്യുക. ഇന്നലെ ചെയ്തതുപോലെ തവാഫ് ചെയ്തു കഴിഞ്ഞു. വീണ്ടും പിന്നെ എന്ത് ചെയ്യുക, തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞു. സംസം വെള്ളം കുടിക്കുക കഴിഞ്ഞു. 3ാമത്തെ ഫർളായ സഅയ് ചെയ്യുക കഴിഞ്ഞു. 4ാമത്തെ ഫർളായ മുടി കളയുക. അപ്പോൾ ഇന്നലെ ഉള്ളതൊക്കെ ചെത്തി മിനിക്ക് വെച്ചേക്കുന്ന ആൾക്കാർ ഇന്ന് മുടി കളയണ ഇവിടുന്ന് മുടിയുണ്ടോ? അതാ പറഞ്ഞത്. ഇന്നലെ തന്നെ ഞാൻ അതിന് മറുപടി പറഞ്ഞിരുന്നു. വേറെ കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ കൊണ്ടെന്ത് ചെയ്യുക, 3 കുറ്റി ഇല്ലെങ്കിൽ വേണം അതിൻ്റെ പുറത്തോടെ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓടിച്ച് കളഞ്ഞാൽ അതോടുകൂടെ എന്ത് ചെയ്തു, അവൻ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി. നിങ്ങളുടെ കൂടെ ഭാര്യമാരുണ്ടെങ്കിൽ, ഉമ്മമാരുണ്ടെങ്കിൽ അവരും അതുപോലെ റൂമിൽ ചെന്നതിന് ശേഷം ആ മുടി മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ തുമ്പെടുത്തിട്ട് ഒരു വിരൽ തുമ്പിൻ്റെ കതിർ മാത്രം വെട്ടിക്കളയുന്നതോടുകൂടെ അവരും എന്ത് ചെയ്തു, ഉംറയിൽ നിന്നും ഒഴിവായി. അപ്പോൾ 2 ഉംറയായി. ഇങ്ങനെ ഉംറകൾ അധികരിപ്പിക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക, ഉംറകൾ അധികരിപ്പിക്കുക. സ്വന്തം മുടി മുറിച്ചതിന് ശേഷമായിരിക്കണം മറ്റൊരാൾക്ക് എന്ത് ചെയ്യേണ്ടത്, മുറിച്ച് കൊടുക്കേണ്ടത്. മറ്റൊരാളെ സഹായിക്കുക. വല്യമ്മയാണ്, സ്വന്തം വെട്ട അറിയാൻ പാടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ മുടി ഞാൻ എന്ത് ചെയ്യണം, സ്വന്തം വെട്ടിക്കഴിഞ്ഞിട്ട് മറ്റൊരാൾക്ക് വേണ്ടി സഹായിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ ഒരു വിഷയം മനസ്സിലാക്കാനുണ്ട്, വളരെ വളരെ ഗൗരവമായി മനസ്സിലാക്കാണ്. പല ആളുകളും ഉംറ ചെയ്യും, സ്വന്തം ഉംറ ചെയ്യും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, വാപ്പാക്ക് വേണ്ടി ഉംറ ചെയ്യും, പിന്നെ ഉമ്മാക്ക് വേണ്ടി ഉംറ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, അമ്മാച്ചന് വേണ്ടി ഉംറ ചെയ്യും, അമ്മായിയമ്മക്ക് വേണ്ടി അമ്മായിയമ്മക്ക് അങ്ങനെ കൂടുതൽ ഉംറ ചെയ്യേണ്ട പെണ്ണുങ്ങളെ കാണാറില്ല. കാരണം അറിയാലോ. എന്നാൽ ചുരുക്കം ചില ആളുകൾ ചെയ്യാറുണ്ട് കേട്ടോ, അതുണ്ട്. പൊന്നമ്മായി അമ്മമാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വഭാവം മാറ്റിയേക്ക്. ഹജ്ജിന് പോണ ആൾക്കാരോട് നല്ല നിലയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ മരുമക്കളോട് മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല സ്നേഹവും ബന്ധവും ഉംറക്കൊക്കെ പോകുമ്പോൾ ഉംറയൊക്കെ ചെയ്ത് കിട്ടുന്ന ലാഭമാണിത്. ഇവിടെ വെച്ച് കണ്ണുറ്റി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരൊക്കെ എന്ത് ചെയ്യുന്നു, മുള്ളിൻ്റെ പുറത്ത് നിർത്തി കഴിഞ്ഞാലുണ്ടല്ലോ, മരിക്കാൻ കിടക്കുമ്പോൾ ഒരൊറ്റ വെള്ളം പോലും അയലൊക്കെ ഒഴിച്ചു തരാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നോക്കിക്കൊണ്ട് ജീവിച്ചോ. അപ്പോൾ ഏതുമാകട്ടെ, ഉംറകൾ അധികരിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതിന് ചില നിബന്ധനകളുണ്ട്. ഹജ്ജല്ലല്ലോ ഉംറ അല്ലേ? ഉംറകൾ അധികരിപ്പിക്കുന്ന, പാപ്പാക്ക് വേണ്ടി പറഞ്ഞില്ലേ, ഉമ്മാക്ക് വേണ്ടി എന്ന് പറയും, പലർക്കു വേണ്ടിയും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നീ ആർക്ക് വേണ്ടിയാണോ ഉംറ ചെയ്യുന്നത്, സ്വന്തം ചെയ്തു എന്നാലും മറ്റൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നീ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, അയാൾ മരണപ്പെട്ടിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ അവശത അനുഭവിച്ച് തിരിച്ച് നാട്ടിൽ പുണ്യ ഹറമിലേക്ക് വരാൻ പറ്റാത്തവനാകാം, ഏതുമാകട്ടെ, അതിൻ്റെ നിബന്ധന പറയാം ഞാൻ. അയാൾ സ്വന്തമായോ, മനസ്സിലാക്കണം, അയാൾ സ്വന്തമായോ അയാൾക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ എന്നെങ്കിലും ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പിന്നീട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഉംറ ചെയ്യാൻ പാടില്ല. മനസ്സിലായി പറഞ്ഞത്? ശരിക്കും മനസ്സിലാക്കാം. അയാൾക്ക് വേണ്ടി ആരെങ്കിലും, സ്വന്തമായോ മറ്റാരെങ്കിലുമോ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ചെയ്യാം, അത് വേറെ കാര്യം. അറിയാൻ പാടില്ലാത്തൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾ വീണ്ടും അയാൾക്ക് വേണ്ടി എന്തില്ല, ഉംറ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, പടച്ചോനെ, എൻ്റെ ഉസ്താദെ, എൻ്റെ ഉമ്മ എന്നെ എത്രയോ നൊന്ത് പെറ്റ് വളർത്തി ഈ കോലത്തിലൊക്കെ ആക്കി തന്ന് ഞാൻ ആ പുണ്യഭൂമിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉമ്മാക്കൊരു ഉംറ ചെയ്യണമെന്ന് ഏത് ആൾക്കാണെങ്കിലും ആഗ്രഹം ഉണ്ടാവൂലേ? നൊന്ത് പെറ്റ് എന്ന് പറയണ്ടല്ലോ, അത് പണ്ടാ നൊന്ത് പറ്റുന്നില്ല. ഇപ്പം നൊന്താണ് പറഞ്ഞതൊന്നുമല്ലല്ലോ, നോവാതെയാണ് പറഞ്ഞത്. ഇപ്പം എന്ത് ചെയ്തു, ലേബർ റൂമിൽ ചിരിച്ചുകൊണ്ടാണ് പ്രസവിക്കണം, പണ്ടൊക്കെ കരഞ്ഞുകൊണ്ടാണ്. ഏതോകട്ടെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ അങ്ങനെയുള്ള ഉമ്മാക്ക് വേണ്ടി ഒരു ഉംറ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പോൾ എങ്ങനെ ഞാൻ ചെയ്യാതിരിക്കും ഉസ്താദേ? ശരിയാണ്, അവരുടെ മനസ്സിൻ്റെ സ്നേഹമാണല്ലോ ഉമ്മയോടുള്ള, അല്ലെങ്കിൽ വാപ്പയോടുള്ള, ആങ്ങളയോടുള്ള, മറ്റുള്ളവരുടെ സ്നേഹമാണല്ലോ. പക്ഷേ അവർക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തെങ്കിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് വേണ്ടി ഉംറ ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മക്ക് വേണ്ടി, എൻ്റെ വാപ്പക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതിയിരിക്കുന്നു എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ഉംറ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു മാർഗമുണ്ട്, അത് അവലംബിക്കാം. എന്ത്? ഞാൻ എനിക്ക് വേണ്ടി ഉംറ ചെയ്യാം, നബൈത്തുൽ ഉംറത വഹറംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ ഉംറ ചെയ്യാൻ കരുതി, ഞാൻ അതിൽ പ്രവേശിച്ചു. എനിക്ക് എത്രയും ചെയ്യാലോ, എനിക്ക് സ്വന്തം എത്രയും ചെയ്യാമല്ലോ. ആ നിയ്യത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലാഹുവേ,
ഈ ചെയ്യുന്ന ഉംറയുടെ തുല്യമായ കൂലി മിസ്ലു സവാബ് എൻ്റെ ഉമ്മാക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, എൻ്റെ വാപ്പാക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, എൻ്റെ കുടുംബത്തിൽ ഞാൻ കരുതുന്ന ഇന്ന ആളുകൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് പോലെ ഒട്ടും കുറയാതെ തന്നെ അവർക്കും കിട്ടും. അപ്പോൾ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പക്ഷേ ഉമ്മാക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാലോ കിട്ടൂല. എന്തുകൊണ്ട്? അവർക്ക് ഫർളില്ല. അത് തന്നെ. ഒരാൾക്ക് ഫർളില്ലാത്ത ഒരു കാര്യം ഞാൻ എന്തിനു വേണ്ടിയൊക്കെ ചെയ്യണം? ചെയ്യാൻ പാടില്ല. അതാ പ്രശ്നം. ആയതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന, ഭർത്താവ് ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ഉംറ ചെയ്തിട്ടുണ്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും, വീണ്ടും അവർക്ക് വേണ്ടി ഉംറ ചെയ്യുക അല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഹദിയ ചെയ്യുക. അൽഹംദുലില്ലാ അവർക്ക് കിട്ടിയിരിക്കും. അതുപോലെ അവർക്ക് കൂലിയിട്ടാനല്ലേ ചെയ്യുന്നത്, അത് കിട്ടും അൽഹംദുലില്ലാ. ഇനി പകരം ചെയ്യുന്നത് ഏത് നിലയിലാണ്, ഏത് സ്വഭാവത്തിലാണ് മനസ്സിലാക്കുക. അവൻ പകരം ചെയ്യുന്നത് അയാൾ മരണപ്പെട്ടു പോയി, ഭർത്താവ് മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ വാപ്പ മരിച്ചുപോയി, അയാൾ ജീവിതത്തിൽ ഉംറയോ ഹജ്ജോ ചെയ്തിട്ടില്ല. ഹജ്ജ് ചെയ്യാൻ പോണ ആളുകൾ തന്നെ അങ്ങനെ എന്ത് ചെയ്യുന്നു? മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഹജ്ജോ ഉംറയോ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ വാർദ്ധക്യം എത്തിയ ഒരു മനുഷ്യൻ, വാപ്പ, അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റൂല, ഒന്നിനും പറ്റൂല, അദ്ദേഹത്തിന് ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇനി ആ രോഗത്തിൽ നിന്ന് തിരിച്ച് മടങ്ങി വരിക എന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാവതല്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ വാപ്പാന്റെ അനുവാദത്തോടെ, ഉമ്മാന്റെ അനുവാദത്തോടെ, ആരെയാണോ ഏൽപ്പിക്കുന്നത്, മക്കളെന്നെ പോകണമെന്നും പറ്റൊന്നുമില്ല, അവർക്ക് പറ്റുന്ന ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാം? വക്കാലത്ത് കൊടുത്ത് അവർക്ക് എന്ത് ചെയ്യാം? പോകാം. അവരുടെ അനുവാദത്തോടുകൂടെ. വാപ്പ പറയണം എൻ്റെ ഹജ്ജും നീ ചെയ്യണ്ടടാ. വാപ്പയ്ക്ക് എണിക്കാൻ പോലും പറ്റാത്ത രീതി കിടക്കാണ് ഒരാൾ. അയാൾ പറയാണ് ഞാൻ എൻ്റെ ഹജ്ജിന് വാപ്പ ഞാൻ മക്കത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ പൈസയൊക്കെ ഉണ്ട്, വാപ്പാക്കാണെങ്കിൽ പറ്റൂല്ലല്ലോ, ഞാൻ വാപ്പാക്ക് വേണ്ടി ഒരു ഉംറ ഹജ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഉംറ ചെയ്യാനേതും ആവട്ടെ പോകാൻ വേണ്ടി പോണ്, അതുകൊണ്ട് വാപ്പ എനിക്ക് അനുവാദം തരണം എന്ന് പറയാം. ഇല്ല, ഞാൻ തന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അത് തന്നെ വേണ്ട. അല്ല ഞാൻ ചെയ്യുമെന്ന് പറയേണ്ട ചെയ്യാൻ അങ്ങനെ ഇല്ല, അങ്ങനെ നിയമം ഇല്ല. അനുവാദമുണ്ടായിരിക്കണം. അനുവാദത്തോടുകൂടെയാകണം എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നിലയിൽ ഇനി ഒരിക്കലും തിരിച്ചു പോകില്ല. ഇനി ഞാൻ എന്ത് ചെയ്ത് ഹജ്ജൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞു, വാപ്പാക്ക് വേണ്ടി ആരോഗ്യം കൊടുക്കണേ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്ത് ദുആയൊക്കെ ചെയ്ത് അള്ളാഹ് ദുആ സ്വീകരിക്കുകയും എണിക്കാൻ പാടില്ലാത്തതാണ് 4 പേര് പിടിച്ചുകൊണ്ടോണം വാപ്പ. ഞാൻ തിരിച്ച് ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ എന്ത് ചെയ്ത് ഈ ചങ്ങൽ കുതിര പോലെ നടക്കണ മനുഷ്യൻ, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ എന്ത് ചെയ്യും? ചങ്ങാതി പൊക്കോളം പിന്നീട് ആരെ വാപ്പ എന്ത് ചെയ്തേക്കണം? പിന്നീട് അടുത്ത കൊല്ലം ഹജ്ജിന് ചങ്ങാതി പൊക്കോളാം. അപ്പോൾ ഇവൻ ചെയ്ത ഹജ്ജോ ഇവനിക്ക് കിട്ടി. ഇവൻ ചെയ്ത ഹജ്ജ് എന്ത് ചെയ്തു? ഇവനിക്ക് കിട്ടി. ഇതാണ് അതിൻ്റെ നിയമം. ഇൻഷാ അല്ലാഹ് ഈ നിലയിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ നിബന്ധനകൾ ഒത്ത ആളുകൾക്ക് വേണ്ടിയേ ചെയ്യാവൂ. അല്ല വീട്ടിലെ ആരോഗ്യത്തോടു കൂടി ഇരിക്കണ ഉമ്മാക്ക് വേണ്ടിയും വാപ്പാക്ക് വേണ്ടിയും പകരം ഉംറ ചെയ്യുക എന്നത് എന്തല്ല അനുവദനീയമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. കാരണം യാത്രാവേളയിൽ പല സഹോദരിമാരും പറയും ഇന്നയാൾക്ക് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഉംറ ചെയ്യൽ തന്നെ ഉംറ ചെയ്യൽ. ഈ നിബന്ധനകൾ പാലിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ, രണ്ടാമത്തേത് തവാഫുകൾ അധികരിപ്പിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാ പറഞ്ഞത്, ഉംറകൾ അധികരിപ്പിക്കുക. രണ്ടാമത്തേത് തവാഫുകൾ അധികരിപ്പിക്കുക. ഒരാൾക്ക് ഉംറക്ക് പോകാൻ പറ്റൂല, എല്ലാ ദിവസവും ഉംറക്ക് പോകാൻ അയാൾക്ക് സാധിക്കില്ല. കാരണം കുറച്ച് ആരോഗ്യം വേണം, ആഫിയത്ത് വേണം, എങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാ ദിവസവും പോകാൻ പറ്റൂല, അന്ന് തവാഫ് ചെയ്യാം എനിക്ക് പറ്റും. ഇക്താറു തവാഫ്, തവാഫിന് എന്ത് ചെയ്യുക? അധികരിപ്പിക്കുക. അത്തവാഫു അഫ്ളലു മിനസ് സ്വലവാത്തി, നിസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ് എന്തിന്? തവാഫിന്. പുണ്യ ഹറമിൽ വെച്ച് സുന്നത്ത് ഇങ്ങനെ ഉദാഹരണം സുന്നത്ത് നിസ്കരിക്കാന്നിരിക്കട്ടെ, സുന്നത്ത് നിസ്കരിക്കുക, അതിനേക്കാളും ശ്രേഷ്ഠതയാണ് എന്തിന്? തവാഫ് ചെയ്യുക. എങ്ങനെ തവാഫ് ചെയ്യണമെന്ന് പറഞ്ഞ്? അതെ, തവാഫ് ഇത് എന്ത് തവാഫാ? സുന്നത്തായ തവാഫ്. ഇത് ഏത് തവാഫാണ്? സുന്നത്തായ തവാഫ്. മറ്റേ ഉംറയുടെ ഭാഗമായ ഫർളായ തവാഫാണോ? ഇല്ല. ഫർളായ തവാഫിനകത്ത് നിയ്യത്തില്ല എന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല. സുന്നത്തായ തവാഫിനകത്ത് എന്ത് വേണം? നിയ്യത്ത് വേണം. അപ്പോൾ ഇഹ്റാമിൻ്റെ വേഷം വേണോ? വേണ്ട. ഇഹ്റാമിൻ്റെ വേഷം വേണോ?
ഇല്ല, ഷർട്ടും കോട്ടും തലയിൽ തൊപ്പിയും എന്ത് ഇട്ടിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? തവാഫ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സുന്നത്തായ തവാഫ് അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞാൻ കരുതി എന്ന നിയ്യത്തോടെ ഈ കഅബയുടെ ഹജറുൽ അസ്വദിൻ്റെ നേരെ ബാക്കിൽ നേരെ നിന്ന് ആ നിയ്യത്ത് വെച്ച് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? തവാഫ് ആരംഭിക്കുക. ഞാൻ ഇന്നലെ ചൊല്ലിയ ആ ദുആകൾ അറിയുന്നവരങ്ങനെ, ഇല്ലെങ്കിൽ മറ്റ് നമുക്ക് മലയാളത്തിലൊക്കെ ഉള്ള ദുആ, ഇല്ലെങ്കിൽ യാസീൻ അല്ലെങ്കിൽ ഫാത്തിഹ അല്ലെങ്കിൽ ബിസ്മില്ല, ഏതാണോ നിങ്ങൾക്ക് അറിവുള്ള എന്തോ പറഞ്ഞ് എന്തൊക്കെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്ന് 7 തവാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 2 റക്അത്ത് തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് ചെറിയ സംസം വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, അൽഹംദുലില്ലാ, ഒരു തവാഫായി. മറ്റു തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചില്ല എന്നുകൊണ്ട് തവാഫ് ആവൂല എന്ന് അർത്ഥമൊന്നും വെക്കണ്ട. അതിന് പൂർണ്ണത അതാണ് കേട്ടോ, പൂർണ്ണത അതാണ്. വീണ്ടും തവാഫ് ചെയ്യണോ? വീണ്ടും നിങ്ങൾ ചോദിച്ചോ, ഇവിടെ നിന്ന് ആരംഭിക്കുക കേട്ടോ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യുക? തവാഫുകൾ അധികരിപ്പിക്കുക. ആരോഗ്യമുള്ളവർ പരമാവധി എന്ത് ചെയ്യണം? തവാഫുകൾ അധികരിപ്പിക്കണം. ഒരു ഹദീസിൽ നമുക്ക് കാണാം 50 തവാഫ് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് നിഫാഖിൽ നിന്നും കാപട്യത്തിൽ നിന്നും ഒഴിവാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 50 തവാഫ് എന്ന് പറഞ്ഞാൽ 50 ചുറ്റലാണോ? അല്ല, ഒരു തവാഫിൽ 7 ചുറ്റലാണ് ഉള്ളത്. അങ്ങനത്തെ 50 തവാഫ് 350 ചുറ്റൽ മൊത്തം വരുമ്പോൾ 350 ചുറ്റൽ വരും. സാധിക്കുന്നവർ ചെയ്യട്ടെ. അതിൽ മുൻനിരയിൽ നിൽക്കുന്നത് പൊതുവെ ഇന്ന് വരെയുള്ള അനുഭവത്തിൽ സഹോദരിമാരാണ്. അത് അവരെ വെട്ടാൻ, ആണുങ്ങളെ കൊണ്ട് ആരോഗ്യമുള്ള ആണുങ്ങളാണെങ്കിൽ പോലും അവരെ വെട്ടാൻ സാധിക്കില്ല. അൽഹംദുലില്ലാ, അവർക്ക് ആഫിയത്ത് ഇല്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നു? പോയി തവാഫ് ചെയ്യും. അപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനുള്ള, സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഉമ്മമാരുണ്ടാവും, ചിലപ്പോൾ വല്യമ്മമാരുണ്ടാവും. ഉമ്മായും മോളും കൂടി ആയിരിക്കും പുറക്കുവാണ്, ഇല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമോളും കൂടി ആയിരിക്കും പോണത്, ഇല്ലെങ്കിൽ നാത്തൂനും ആയിരിക്കും പോണത്. ഇങ്ങനെ അപ്പം ഈ മറ്റേയാൾക്ക് ആരോഗ്യം ഉണ്ടാക്കും, ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ഈ ആരോഗ്യം ഇല്ലാത്ത സാധനത്തിനെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ അമൽ ചെയ്യാൻ പറ്റൂല, അതും ചെയ്യാൻ പറ്റൂല. ഇനി കൊണ്ടുപോകാതിരുന്നാലോ പോയി തിരിച്ചു വരുന്ന സമയത്ത് മുഖം നോക്കിക്കഴിഞ്ഞാൽ കരിവാളിച്ചിരിക്കും. കടന്നൽ കൊത്തിയ മുഖം എങ്ങനെയാണോ ആ കോലത്തിലായിരിക്കും. പിന്നെ കണ്ടാൻ മിണ്ടൂല, കൊടുത്താൽ കുടിക്കൂല, കൂടെ കിടക്കൂല, ഒന്നുമില്ല, ഒരു മിണ്ടാട്ടോ ഇല്ല. അതുവരെ വന്നപ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ ആർന്ന്. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ആഫിയത്ത് ഇല്ല. ആഫിയത്തുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ പൊക്കോ. ഇല്ലെങ്കിൽ ആഫിയത്തുള്ളവരെ പറഞ്ഞു വിടും, മോളെ നീ പൊക്കോ, നീ തവാഫ് നിനക്ക് പറ്റുന്ന ചെയ്തിട്ട് വാ. ഈ ഉമ്മാക്ക് വേണ്ടി, ഈ സഹോദരിക്ക് വേണ്ടി, ഈ നാത്തൂന് വേണ്ടി നീ എനിക്ക് ദുആ ചെയ്യണം കേട്ടോ. അൽഹംദുലില്ലാ, എത്ര നല്ല കാര്യം. മനസ്സിലാവണ്ട പറയണത്. അപ്പോൾ ആയതുകൊണ്ട് ഇതിൽ കുറേ അധികം വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായൊക്കെ തീർക്കാൻ പലഘട്ടത്തിലും പോയേക്കണ അനുഭവം ഉള്ളത് കൊണ്ടേ പറയുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യത്തിന് നിങ്ങൾ എന്തെങ്കിലും പിന്നെ കരുതി കൂട്ടി കൊണ്ടുപോകാതിരിക്കരുത്. ആരോഗ്യമുണ്ടായിട്ട് പോലും അവളെ ഞാൻ കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ചെന്ത് ചെയ്യരുത്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അങ്ങനെ നിൽക്കരുത്. പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, കൂട്ടി നിങ്ങൾ തവാഫിന് വേണ്ടി എപ്പോഴും നിങ്ങൾ പൊക്കോ. നല്ല കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തവാഫുകൾ അധികരിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, ഇനി അതിനും പറ്റൂല. അപ്പം ഈ ഉമ്മ സുഖമല്ലാത്ത ഉമ്മകളുടെ റൂമിലുണ്ട്. എവിടെയുണ്ട്? ഉമ്മാനെ കൊണ്ട് നടക്കാൻ പറ്റില്ല, മോൾക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ വാപ്പാനെ പറ്റൂല, വാപ്പാക്ക് പറ്റൂല, മോൻ ആരോഗ്യമുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് കണ്ട് കഴിയുമ്പോൾ വാപ്പാനും വിളിക്കുക, ഉമ്മാനെ വിളിക്കുക, ബാ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ബാ. എന്നിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് ഹറമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്തിയേക്കാം, ഒരു നിശ്ചിത സ്ഥലത്ത് ഇരുത്തിയിട്ട്. ഉമ്മ ഒരു കാര്യം ചെയ്യുക, വാപ്പ ഒരു കാര്യം ചെയ്യുക, ദേ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ. ഒന്നും ചെയ്യണ്ട, വെറുതെ ആ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ. ഞാൻ പോയി ഒരു തവാഫ് ചെയ്തിട്ട് വരട്ടെ. എത്ര വലിയ കാര്യം, നോക്കിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ്? കഅബയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പുണ്യമായ കാര്യമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ 20 വ100 റഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഓരോ ദിവസവും വിശുദ്ധമായ ഹറമിലേക്ക് 120 റഹ്മത്തുകളെ ഇറക്കുന്നതാണ്. എല്ലാ ദിവസവും എന്ത് ചെയ്യും? റഹ്മത്തേ ഉള്ളൂ. പ്രത്യേകമായ നിലയിൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു?
120 റഹ്മത്തുകൾ ഇറക്കും. തൻസിലു അലാ ഹാദൽ ബൈത്ത്, ഈ വിശുദ്ധമായ കഅബയിൽ ഉൾപ്പെടുന്ന ഈ ഹറമിന്റെ ആ ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കും. എന്നിട്ടോ 60 ലിത്തായിഫീൻ, 60 റഹ്മത്ത് അല്ലാഹ് കൊടുക്കുന്നത് തവാഫ് ചെയ്യുന്ന ആളുകൾക്കാണ്. 60 റഹ്മത്ത് ആർക്ക് കിട്ടും? ഇങ്ങനെ കഅബയെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടും. അതുപോലെ 40 ലിൽ മുസല്ലീൻ, 40 കിട്ടുന്നത് നിസ്കരിക്കുന്ന ആളുകൾക്കാണ്. അവിടെ എന്നിട്ട് ഫർളും സുന്നത്തും ഏതൊക്കെയാണ് നിസ്കരിക്കുന്നത്? നിസ്കരിക്കുന്ന ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ കൂലി വേറെ, സുന്നത്തിൻ്റെ കൂലി വേറെ, അതൊക്കെ വേറെ. അതല്ലാത്തതിൽ ഹറമിൽ നിന്ന് നിസ്കരിക്കുന്നതിൻ്റെ കൂലിയായി പ്രത്യേകമായി സ്പെഷ്യലായി എന്ത് ചെയ്യും? 40 റഹ്മത്ത് അവർക്കാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. 20 കൂലി കൊടുക്കുന്ന 20 റഹ്മത്ത് അല്ലാഹ് കൊടുക്കുന്നത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കാണ് എന്ന് സയ്യിദിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വല്യമാക്ക് ഒന്നിനും പറ്റൂല, വാപ്പാക്ക് ഒന്നിനും പറ്റൂല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കണതിന് കുഴപ്പമൊന്നുമില്ലോ, നോക്കിക്കൊണ്ടിരിക്കുന്നതിന് കുഴപ്പം വല്ലതും ഉണ്ട്? അതിന് നിയ്യത്ത് വല്ലതും വേണം? ഒന്നും വേണ്ട. വെറുതെ ഇങ്ങനെ കഅബയിലേക്ക് എന്ത് ചെയ്യുക? നോക്കിക്കൊണ്ടിരിക്കുക. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഅബയിലേക്കുള്ള ഒരൊറ്റ നോട്ടം, ഒരു ഇമ കണ്ണിൻ പോള കൊണ്ടുള്ള പെട്ടിച്ച് ഒരൊറ്റ നോട്ടം എന്നത്, നളറത്തും വാഹിദ, ഒരൊറ്റ നോട്ടം എന്നത് കയൗമ വലദതുഹു ഉമ്മുഹു, ഒരു ജന്മശിശുവിൻ്റെ വിശുദ്ധി എത്രയോ ആ നിലയിലുള്ള ആനുകൂല്യം അവന് ലഭ്യമാകുമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി. എന്തായി കേൾക്കണേ? തവാഫിൻ്റെ കൂലിയല്ല ഈ പറഞ്ഞത്, ഉംറയുടെ കൂലിയല്ല, ഹജ്ജിൻ്റെ കൂലിയല്ല, ഇതൊന്നും അല്ല ഈ പറഞ്ഞത്. പിന്നെന്താണ്? ഒരൊറ്റ നളറത്ത്, കഅബയിലേക്ക് കൺ തുറന്ന് ഒന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു സെക്കൻഡ്, നോക്കുന്നതിൻ്റെ കൂലി കയൗമ വലദതുഹു ഉമ്മുഹു, ഒരു ജന്മശിശുവിന് ആയിട്ടാണല്ലോ വരുന്നത്. ഒരു അവസ്ഥയിലുള്ള അതിലേക്ക് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ആക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. വീണ്ടും മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ്റെ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതുപോലെ ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്നും ഇലകൾ ഉതിർന്നു വീഴുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ എങ്ങനെ ഉതിർന്നു വീണുകൊണ്ടേയിരിക്കുമെന്നും മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത്രയും പുണ്യമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ റൂമിലിരുന്ന് സമയം കളയണ്ടെന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂമിൽ പല ആളുകളും ഇരുന്നിരുന്നു ഓരോ രാഷ്ട്രീയ കാര്യങ്ങളും, നാട്ടിലെ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളും, ബിസിനസ് കാര്യങ്ങളും എന്ന് വേണ്ട എവിടെ പക്കത്തോ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. കൊള്ളവിത്തരെ വസാദൊക്കെ പറയുന്ന ഒരു സ്വഭാവമുണ്ട് ആളുകൾ പലർക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഒരു സമീപനം സ്വഭാവം ഒരിക്കലും വേണ്ട. നിങ്ങൾ പുണ്യമായ ഭൂമിയിലാണ് ഉള്ളത്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ ഈ ഒരു ആനുകൂല്യം നീ എന്ത് ചെയ്യണം? വാങ്ങിയെടുക്കണം. അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. മനസ്സിലായില്ലേ? വാങ്ങിക്കൂലേ നിങ്ങൾ ആനുകൂല്യം? ഇൻഷാ അല്ലാഹ് പടച്ചോൻ ആ പുണ്യഭൂമിയിലേക്ക് എല്ലാവരും എത്തിക്കുമാറാകട്ടെ. സഹോദരിമാരെ, നിങ്ങൾ തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്. ഉസ്താദേ തയ്യാറൊക്കെയാണ്, പക്ഷേ ഞങ്ങളുടെ സാങ്ഷൻ ആയിട്ടില്ല. സാങ്ഷൻ ആവട്ടെ, അത് ആവാതിരിക്കട്ടെ. നമുക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. നമ്മളാൽ കഴിയുന്നത് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇതിൻ്റെ എല്ലാം കൂലി നിങ്ങൾക്ക് ഉറപ്പാണ്. പോയാലും പോയില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ്? കൂലി ഉറപ്പാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരെയും അല്ലാഹു തആല അവിടെ എത്തിക്കുമാറാകട്ടെ. 4ാമത്തെ കാര്യം എന്താണെന്നറിയുമോ? ശ്രദ്ധിക്കാനുള്ളത് സദഖയെ അധികരിപ്പിക്കുക. എവിടെ? പുണ്യഭൂമിയിൽ വെച്ച് എന്ത് ചെയ്യുക? ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. 1 റിയാൽ കൊടുത്താൽ എത്ര കിട്ടും? 1,00,000. ഒരു ചായ ഒരാൾക്ക് വാങ്ങിക്കൊടുത്താൽ എന്ത് കിട്ടും? 1,00,000 ചായ വാങ്ങിച്ചതിന് കൂലിയാണല്ലോ ഉള്ളത്. ഒരു ചായ കൊടുത്താൽ കിട്ടുന്ന കൂലി 1,00,000 കൂലി ആർക്ക് കൊടുക്കണം? നിങ്ങളുടെ കൂടെ ഹാജിമാരുണ്ടെന്ന് നിങ്ങൾ കൊടുത്തോ, പരസ്പരം അങ്ങോട്ട് കൊടുത്തോ, അല്ലെങ്കിൽ മറ്റ് പാവപ്പെട്ടവനുണ്ടെങ്കിൽ അവനിക്ക് കൊടുത്തോ. അതനുസരിച്ച് ഇപ്പോൾ ചായ കുടിക്കാൻ പറ്റിയ ആൾക്കാരും നോക്കിയിട്ട് കാണുന്നില്ലോ. നിങ്ങളുടെ കൂടെ ഉള്ളവർക്കൊരു ഇന്നത്തെ ചായ എൻ്റെ വക, ഇന്നത്തെ ചായയുടെ കടി എൻ്റെ വക. ഇപ്പോൾ തന്നെ ഹാജിമാർക്കൂടെ ചില ഹാജിമാർ സമൂസ എൻ്റെ വക, ഇന്നത്തെ സമൂസ എൻ്റെ വക എന്നൊക്കെ പറയും. കൊടുത്തിട്ട് അൽഹംദുലില്ലാ പഠിച്ച കബൂലാക്കട്ടെ. പക്ഷേ അവിടുത്തെ കൂലി ഇവിടെ കിട്ടൂല കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും സദക്കയുടെ കൂലി കിട്ടും. ഹാജിമാർക്കാണല്ലോ.
അൽഹംദുലില്ലാ, ദാനധർമ്മം ചെയ്ത മുഴുവൻ ഹാജിമാരുടെയും സദക്കകൾ ചെയ്ത എല്ലാവരുടെയും സദക്കകളും അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക? സദക്കകൾ അധികരിപ്പിക്കുക. ഇവിടെ അധിക പേർക്കും ഒരു വിഷയം, ആർക്കവിടെ ഉസ്താദ് കൊടുക്കണത് എന്ന്. അവിടെ നോക്കി ഒരൊറ്റ മനുഷ്യൻ പാവപ്പെട്ടവനെ കാണിലൊക്കെ കൊള്ളാവുന്ന ആൾക്കാരെ പോലെ തോന്നണമായിട്ട് നമുക്ക് തോന്നും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഉള്ളിൽ തീയായി കഴിയുന്ന എത്രയോ ആളുകളെ നിങ്ങൾക്ക് കാണുന്നറിയാമോ? ആ ഹറമിൽ ജോലി ചെയ്യുന്ന ഹാദിമീങ്ങളായ ആളുകളെ തന്നെ പിടിച്ചാൽ മതി. ആ കോട്ടും സൂട്ടൊക്കെ ഇട്ടുണ്ട് അല്ലേ, ഒരു പ്രത്യേക കോട്ടൊക്കെ ഇട്ടുണ്ട് അവരുടെ വേഷം. അവർക്ക് കൊണ്ട് ആരും അറിയാതെ പതുക്കെ എന്ത് ചെയ്യാമോ, 1 റിയാലോ 2 റിയാലോ 5 റിയാലോ കൊടുത്തിട്ട് ആരും ആരും കൊടുക്കാം. അൽഹംദുലില്ലാ, വലിയ കാര്യമല്ലേ അത്? ഇങ്ങനെ എത്രയോ ആളുകൾ ഉണ്ട്. ഇനി അതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടുകാരായ പല ആളുകളെയും അവിടെ വെച്ച് കാണാം. ഏത്? ഇവിടുന്ന് വിദേശത്ത് താമസിക്കുന്ന, ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന മക്കത്ത് തന്നെയെന്ന് സങ്കല്പിക്കോ, അല്ലെങ്കിൽ മദീനത്താണെങ്കിൽ മദീന, അവിടെ ഉള്ള ആളുകളെ പല നാട്ടുകാരെയും നിങ്ങൾ കാണാം. അപ്പോൾ അവൻ വിദേശത്താണ്, ഗൾഫിലാണ്, അവൻ മക്കത്താണ് ജോലി, ഒക്കെ ശരിയാ. അവൻ്റെ ഉള്ളെന്താന്ന്, നീറുന്ന ഉള്ളെന്താന്ന് അവനറിയാവുള്ളൂ. ശമ്പളം കിട്ടിയിട്ട് എത്ര നാളായിട്ടുണ്ടാകും. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ അവൻ മാന്യനാണ്. നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അത്രയൊക്കെ പൂശി സ്പ്രേയൊക്കെ അടിച്ച് കോട്ടും സൂട്ടൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഇവൻ വലിയ മുതലാളി എന്താ വിചാരിക്കണേ. പക്ഷെ എൻ്റെ പൊന്നു സഹോദരന്മാരെ, അവരുടെയൊക്കെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. പലരെയും അധിക പേരെയും നിങ്ങൾ ഉള്ളറിഞ്ഞ് കണ്ടു മനസ്സിലാക്കി ചോദിച്ചാൽ അറിയാൻ പറ്റും. അവനെ നിങ്ങൾ വിളിക്കുക, ഇന്ന് എൻ്റെ ഒരു 50 റിയാൽ നിനക്കിരിക്കട്ടെ, ഒരു 100 റിയാൽ ഇരിക്കട്ടെ, അവനുണ്ടാകുന്ന സന്തോഷം അതും ഈ സദക്കയിൽപ്പെട്ടതാ. അതും എന്താണ്? ഈ സദക്കയിൽപ്പെട്ടതാ. അങ്ങനെ സാധിക്കുന്ന നിലയിൽ നമ്മൾ കഴിയുന്ന ആർക്കെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ട് കൊടുക്കുക. ഇനി ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, പുഞ്ചിരിച്ച് സന്തോഷത്തിൻ്റെ സംസാരം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖത്തുൻ. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നത് സദക്കയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ളൊരു മനസ്സെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കുക. അഞ്ചാമത്തെ കാര്യം, ഇക്താറുദ്ദുഖൂലി ഫീ ഹിജ്ർ ഇസ്മായിൽ. ഹിജ്ർ ഇസ്മായിലിനകത്ത് പരമാവധി ഘട്ടങ്ങളിലെല്ലാം കൂടുതൽ കയറാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ്? ഹിജ്ർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ പരമാവധി സാധിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കയറുക. 2 റക്അത്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കഅബയുടെ ഉള്ളാണെന്ന് പറഞ്ഞില്ലേ? ആ ഹിജ്ർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ അവിടെ ചിലപ്പോൾ ക്യൂ ആയി നിൽക്കേണ്ടി വരും. പെട്ടെന്ന് ഓടിച്ചെന്ന് കയറാൻ പറ്റൂല. ഒരു ഘട്ടം കയറി അവർ നിസ്കരിച്ച് പുറത്തേക്ക് പോയി, അടുത്ത ഘട്ടം വന്ന് നിസ്കരിച്ച് പുറത്തേക്ക് പോയി, അടുത്ത ക്യൂവിൽ വന്നു, അവരെ കയറി. ഇങ്ങനെ പറ്റുള്ളൂ. എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടെ 10, 30, 35 പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന ഇടമേ അവിടെ ഉള്ളൂ. അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക? ക്യൂ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് 2 റക്അത്തെങ്കിലും എന്ത് ചെയ്യുക? സുന്നത്ത് നിസ്കരിക്കുക. അതോടൊപ്പം അതിൻ്റെ മുകളിൽ മീസാമുണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വർണ്ണപ്പാത്തിയുടെ കീഴിൽ നിന്നുകൊണ്ടുള്ള നിസ്കാരവും അതിൻ്റെ കീഴിൽ വെച്ചുകൊണ്ടുള്ള ദുആഇനും ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സാധിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തിക്കും തിരക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ട. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 2ാമതോ 3ാമതോ പോകണ്ടെന്ന് അർത്ഥമല്ല. എന്ത് ചെയ്യുക? പല പ്രാവശ്യങ്ങളിലെങ്കിലും എന്ത് ചെയ്യുക? പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഹിജ്ർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ കയറി നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി സഹോദരന്മാരെ നിങ്ങളും എന്ത് ചെയ്യുക? അതിനുവേണ്ടി ശ്രമിക്കുക. മനസ്സിലായില്ല പറഞ്ഞത്? ശരി. മറ്റൊന്ന്, 6ാമത്തെ കാര്യം. 5 കാര്യം പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മൾ? 6ാമത്തെ കാര്യം എന്ത് ചെയ്യുക? ജമാഅത്ത് ശ്രദ്ധിക്കുക. ഹറമിലെ ഒരൊറ്റ ജമാഅത്തും കളയാതെ പ്രത്യേകമായി പുരുഷന്മാർ ശ്രദ്ധിക്കുക. ഒരു ജമാഅത്തിന് പങ്കെടുക്കുന്നതിന് കോടിക്കണക്കിന് പ്രതിഫലം കിട്ടുന്നത്. ഇവിടെ 27 ഇരട്ടി കൂലി എന്നല്ലേ നമ്മൾ പറഞ്ഞേക്കണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ ജമാഅത്തിന് 27 ഇരട്ടി കൂലിയാണ് പറഞ്ഞേക്കുന്നത്. ഒറ്റ നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി കൂലി. അവിടെ അതല്ല, കോടിക്കണക്കിന് എന്ത് ചെയ്യും? സവാബുകളാണ് ആർക്ക് കിട്ടുന്നത്? ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ കിട്ടും. എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഉള്ളത്. ഇവരുടെയൊക്കെ ദുആകളും ഇവരുടെയൊക്കെ നിസ്കാരങ്ങളും അല്ലാഹ് തള്ളിക്കളയുമെന്ന് നമ്മൾ വിചാരിക്കുന്നോ? ഇല്ല. അവരുടെയൊക്കെ തള്ളിക്കളയുമെങ്കിൽ ഒന്നുമല്ലാത്ത സാധുവായ നമ്മളും അതിനെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും കൂടെ സ്വീകരിക്കൽ ഒരു മാന്യനായ ഒരാൾക്ക് യോജിച്ച പണിയാണോ? അല്ല. അല്ലാഹ് മാന്യനല്ലേ തീർച്ച. അപ്പോൾ അവനും പൊക്കോട്ടെ ആ വഴിക്ക്. അൽഹംദുലില്ലാ കിട്ടും. നമ്മൾ ഞാനൊക്കെ ഇപ്പം എന്ത് പാവം, അങ്ങനെ തന്നെ വിചാരിക്കാവുള്ളൂ. ഞാൻ കേമനാന്ന് വിചാരിക്കരുത്. ഞാൻ പാവപ്പെട്ടവൻ, ഞാൻ ഒന്നുമല്ല റബ്ബേ. ഇവിടെ വന്ന ലക്ഷക്കണക്കിന് ഹാജിമാരിൽ
ഏറ്റവും ഒന്നുമല്ലാത്ത സീറോയാണ് ഞാൻ എന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ എന്താ മോശം എന്നാരും വിചാരിക്കരുത്. ഞാൻ മോശമാണ് എന്ന് ഞാൻ വിചാരിക്കുക. അപ്പം അള്ളാഹു താല എന്ത് ചെയ്യും? നമ്മളെ ഉയർത്തും വളർത്തും സവാബ് നൽകും. അപ്പോൾ ആ നിലയിൽ ജമാഅത്ത് എന്ത് ചെയ്യരുത്? പരമാവധി നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. ആരോടാ പറയണത്? പുരുഷന്മാരോട്. അവസ്ഥാതെ സ്ത്രീകളോട് ഞങ്ങളാരും പോകണ്ടേ പള്ളിയിൽ? ഞങ്ങൾ ഇവിടുന്ന് എത്ര ലക്ഷം മുടക്കി പള്ളിയിൽ പോയിട്ട് പോകണ്ടെന്ന് ഞാൻ പറയൂല. പക്ഷെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം സഹോദരിമാരോടായി പറയണേ, പുരുഷന്മാർ പോയേ പറ്റൂ. ഒറ്റ വക്കത്ത് പോലും പോകാതെ ഇരിക്കരുത്. റൂമിൽ കിടന്ന് ഉറങ്ങരുത്. പല ആളുകൾ റൂമിനകത്ത് ജമാഅത്തിൽ പോകാതെ കിടന്ന് നീണ്ടു വെറുന്ന് കിടന്ന് ഉറക്കവും വർത്താനവും കിസ്സ പറയലും ഒക്കെയാണ് പലരും. ചില മുസ്ലിയാക്കന്മാരും ഉണ്ട് ആ കൂട്ടത്തിൽ, പറയാതിരിക്കാൻ പറ്റൂല. ചില മുസ്ലിയാക്കന്മാരും ഉണ്ട് ആ കൂട്ടത്തിൽ. ചില ആളുകൾ പറയും അവിടെയൊക്കെ പോയി ഇമാമിൻ്റെ ഒക്കെ പോയി നിസ്കരിക്കുക ഒന്നും വേണ്ട. എവിടെ മക്കത്തെ പള്ളിയിൽ ഇമാമിൻ്റെ പുറകിലേ ആസ്കാരം ശരിയാവില്ല. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ നോക്കിയിട്ട് രക്തത്തിലെ കളറും അതിൻ്റെയൊക്കെ ഇതൊക്കെ ഒന്ന് സ്കൈലൊക്കെ വെച്ച് അളന്ന് നോക്കി ഇതൊക്കെ ഏത് സ്വർഗത്തിലേക്കും നരകത്തിലൊക്കെ പോകണ പരീക്കുമ്പോൾ ഒക്കെ നോക്കി തിരിച്ചിട്ടൊക്കെയാണ് എന്താവുള്ളൂ ശരിയാവുള്ളൂ. അങ്ങനെ പോവില്ല. എന്തിനധികം സഹോദരന്മാർ, ജുമാക്ക് പോലും പോവാത്ത ചില മുസ്ലിയാക്കന്മാരുണ്ട്. ഹറമിൽ ജുമാക്ക് പോലും പോവാത്ത ചില മുസ്ലിയാക്കന്മാരോട് ചെന്നിട്ടുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഈമാൻ നമ്മൾ സലാമത്തിലാക്കുമാറാകട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക? പുരുഷന്മാർ നിർബന്ധമായും പോവുക. സഹോദരിമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തവാഫിന് പരമാവധി പോവുക. ഇങ്ങനെ തവാഫിന് പരമാവധി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ പോവുക. ഈ തവാഫിൻ്റെ വേളയിൽ ജമാഅത്തിന് സമയമായാൽ നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട ഏരിയകളുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. അവിടെ നിന്ന് നിങ്ങൾക്ക് ജമാഅത്തിൽ എന്ത് ചെയ്യാം? പങ്കെടുക്കാം. അല്ലാതെ ജമാഅത്തിന് വേണ്ടി ഓരോ വക്കത്തുകളിലും ഓടി അവിടെ പോയി ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ ജമാഅത്തിന് പോയി തിരിച്ചു വന്ന് ഈ ഇടപാടിന് നിൽക്കണ്ട. അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ തന്നെ നിസ്കരിക്കലാണ് അഫ്ളൽ, ശ്രേഷ്ഠം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ തന്നെ നിസ്കരിച്ചാലും എത്ര കൂലി കിട്ടും? 1,00,000 കൂലി കിട്ടും. ഏത് നിങ്ങൾ താമസിക്കുന്ന ഹറമിൻ്റെ ബൗണ്ടറിയിൽപ്പെട്ട റൂമിൽ നിങ്ങൾ നിസ്കരിച്ചാലും കിട്ടും 1,00,000. പുരുഷന്മാർ നിസ്കരിച്ചാലും കിട്ടും. പക്ഷെ ഹറമിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യത്തിനോടൊപ്പം ജമാഅത്തിൽ കൂടുക എന്നതിൻ്റെ അംശത്തിലേക്ക് പോലും എത്തൂല. അത് വേറെ കാര്യം. പക്ഷെ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കാണെങ്കിലും കിട്ടും. അപ്പം ഹറമിൻ്റെ ബൗണ്ടറിയായി നിശ്ചയിക്കപ്പെട്ട കിലോമീറ്ററുകൾ അകലത്തിലുണ്ടല്ലോ. മിന, അറഫയുടെ പകുതി ഭാഗം, മുസ്ദലിഫ, അസീസിയ, പിൽക്കുദ, തൻഈം, മസ്ജിദിൻ്റെ ഇങ്ങേ ഭാഗം, അപ്പുറത്തല്ല ഇങ്ങേ ഭാഗം. ഹറം എന്ന നിലയിൽ ബൗണ്ടറിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ ഉള്ളിൽ, അല്ല മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ മാത്രമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് പ്രത്യേകിച്ച് കൂലിയുണ്ട്, അത് വേറെ കാര്യം. അല്ലാതെ ഈ ഹറമിൻ്റെ ഉള്ളിൽ എവിടെ നിന്ന് നിങ്ങൾ നിസ്കരിച്ചാലും എത്ര കൂലി കിട്ടും? 1,00,000 കൂലി നമുക്ക് കിട്ടും. 1,00,000 കൂലി കിട്ടും. പിന്നെ സ്ഥലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചുകൊണ്ട് വർധനവ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ആയതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ജമാഅത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓടി എന്ത് ചെയ്യണ്ട? അങ്ങോട്ട് വേണ്ട ഹറമിലെ പോകണ്ട. നിങ്ങൾ തവാഫിന് വേണ്ടി പൊക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പൊക്കോ. പോയിട്ട് ജമാഅത്തിന് സമയമായി അവിടെ നിസ്കരിച്ചുകൊണ്ട് പോരെ, എന്താ കുഴപ്പം? പക്ഷെ മനസ്സിലാവുന്നുണ്ടോ? അവിടുത്തെ ചീഫ് ഇമാമാണല്ലോ അബ്ദുറഹ്മാൻ സുദൈസി, അല്ലേ? അബ്ദുറഹ്മാൻ സുദൈസി ആണല്ലോ അവിടുത്തെ ചീഫ് ഇമാം. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 2012 അദ്ദേഹം വലിയൊരു പ്രഖ്യാപിച്ചു. പല ആവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഹറമിൽ വന്ന് പുരുഷന്മാരുമായി ഇടകലരുന്നതിനേക്കാൾ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമമെന്ന് മസ്ജിദുൽ ഹറാം ഇമാമും ഖത്തീബും ഹറം കാര്യവകുപ്പ് തലവനുമായ ഡോക്ടർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസി പറയുകയുണ്ടായത്. 2012 ആഗസ്റ്റ് 12 ഞായറാഴ്ചത്തെ റിപ്പോർട്ടാണ്. അത് പ്രത്യേകം. അപ്പം അവിടുത്തെ ഇമാമ് പോലും സ്ത്രീകളെ ജമാഅത്തിന് വേണ്ടി ഓടി നടക്കണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്? അറിയിപ്പ് എന്തുണ്ട്? ഷർഇന്റെ വിധിയും അത് തന്നെയാണ്. അത് മറ്റൊരു വശം ആകട്ടെ. അപ്പം ഈ നിലയിൽ നമ്മൾ എന്ത് ചെയ്യുക? ജമാഅത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരിമാർ ഈ നിർദ്ദേശം പ്രത്യേകം പാലിക്കുകയും ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം 6ാമത്തെ കാര്യം, ജമാഅത്ത് സൂക്ഷിക്കുക. സ്ത്രീകളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി.
തവാഫ് കൂടുതൽ ചെയ്യുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ ഞാൻ ആദ്യം, അല്ലേ? സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട്. അതായത് തവാഫ് ചെയ്യാൻ പോകുമ്പോൾ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു 15-20 മിനിറ്റിൻ്റെ മുമ്പ് നിങ്ങളുടെ തവാഫ് തീരുന്ന നിലയിലായിരിക്കണം നിങ്ങൾ തവാഫിന് പോകേണ്ടത്. എങ്ങനെ? ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10-15-20 മിനിറ്റ് മുമ്പെങ്കിലും തവാഫ് നിങ്ങൾ തീരുക. തവാഫ് തീരുക എന്ന് പറഞ്ഞാൽ 7 ചുറ്റൽ തീരുന്ന ഒരു സാഹചര്യം കണ്ടറിഞ്ഞിട്ട് വേണം നിങ്ങൾ പോകാൻ. അതെന്താ അങ്ങനെ? നിങ്ങളൊരു 3 ചുറ്റൽ കഴിയുമ്പോഴേക്കും ബാങ്ക് വിളിക്കാൻ സമയമാകുന്നുവെങ്കിൽ അവിടുത്തെ മുത്തവ്വമാരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളോട് പറയുന്നത് നിസ്കരിക്കാൻ ബാങ്ക് വിളിക്കാൻ സമയമായി, എല്ലാവരും പോകുന്നു പറയുന്നത് ചെയ്യുന്നു, ഇങ്ങനെ ആട്ടി അങ്ങോട്ട് വിടും. അപ്പം ഇവർ തവാഫ് ചെയ്ത് 3-ലെത്തി, എവിടെ എത്തിയെന്ന് പോലും അറിയില്ല, എത്രയായെന്നും അറിയില്ല, ബാക്കിയുള്ളത് ചെയ്യാനൊട്ട് ഇവർക്ക് സാധിക്കയില്ല. ആകെ എന്ത് ചെയ്യും, ഒരു വിഷമമായി. ഓർമ്മയുണ്ട്, ഇന്ന പോയിന്റിൽ വെച്ച് അവസാനിപ്പിച്ചു, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോയി, പിന്നെ തിരിച്ചതേ പോയിന്റിൽ തന്നെ വന്ന് പൂർത്തിയാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്ത ഘട്ടത്തിൽ നാം പരമാവധി എന്ത് ചെയ്യുക, ജമാഅത്തിൻ്റെ വക്കത്തുകൾ അല്ലാത്ത സമയം തിരഞ്ഞെടുത്തുകൊണ്ട്, ഇപ്പം എന്താ വെച്ചാൽ ആർക്കും ജമാഅത്തിന് സമയം കഴിഞ്ഞാൽ ആ മത്താഫിൻ്റെ ഉള്ളിൽ സ്ത്രീകൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമേ അനുവദിക്കപ്പെടൂ, അല്ലേ? അങ്ങനെയല്ലേ? അവിടെ ആർക്കും പുരുഷന്മാർ നിൽക്കുന്ന സ്ഥലത്ത് ഒരൊറ്റ സ്ത്രീകളെയും എന്താവൂല, നിസ്കരിക്കാൻ സമ്മതിക്കില്ല. അവർ പ്രത്യേകമായ ഇടമുണ്ട്. പക്ഷെ മുമ്പ് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് പോയ ആളുകൾക്ക് അറിയാം. പണ്ട് കാലത്ത് എന്താണ്, പോകുമ്പോൾ സ്ത്രീയും പുരുഷനെയൊക്കെ ഒരുമിച്ച് ഇവിടെ പെണ്ണ് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറ്റില്ല, പെണ്ണ് ഈ കോലത്തിലേക്ക് സുജൂദ് ചെയ്തിരുന്നത് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കോലത്തിലായിരുന്നു മുമ്പ് അങ്ങനെയായിരുന്നു ഒരു ഘട്ടത്തിൽ. ആദ്യഘട്ടത്തിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് അനുഭവിച്ച ആളാണ് ഞാൻ. അപ്പോൾ എന്ത് ചെയ്ത്, ഇപ്പം അതല്ല, അന്ന് അവിടുത്തെ മസ്ജിദിലെ ഇമാം അവിടെ ഹറമിൻ്റെ ഒരു മൂലയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സിനകത്തൊരു മസാല, അപ്പം ഞാനും അതിൻ്റെ കൂടെ കേൾക്കാൻ വേണ്ടി ചെന്നിരുന്ന സമയത്ത് ഒരു അറബി ഈ അവിടുത്തെ ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, ഈ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഹറമിൽ ഈ ജമാഅത്തിൽ പങ്കെടുക്കൽ ഹറാമല്ലേ? ഇങ്ങനത്തെ ഒരു ഹറാമിനെ നിങ്ങൾ എന്തുകൊണ്ട് കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ കേട്ടതല്ല, എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. അപ്പം അദ്ദേഹം ഇങ്ങനെ അല്പം നേരം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ പറയും ശരിയാണ്, തീർച്ചയായും നിങ്ങൾ പറയും ശരിയാണ്. ഇതിൽ ബദൽ എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് അദ്ദേഹം ചോദിക്കണം. ഈ പെണ്ണുങ്ങളിങ്ങനെ ഇറങ്ങി, കാരണം 100 കണക്കിന് ഡോറല്ലേ, ഇപ്പം 100 ഡോറല്ല, അതിനേക്കാൾ കൂടുതലായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇത്രയും ഡോറിലൂടെ ആളുകൾ വരുമ്പോൾ ഇവരൊന്നും പെണ്ണുങ്ങളിൽ ജമാഅത്ത് പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ആ മത്താബിലേക്ക് ഇറക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുടെ മുമ്പിലില്ല അന്ന്. പിന്നീട് അവരെന്ത് കാലക്രമേണ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ജമാഅത്തിന് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മുമ്പ്, ബാങ്കിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, സ്ത്രീകളെ മുഴുവനും മത്താഫിൽ നിന്നും അവരെ മാറ്റി ആ ഏരിയയിലേക്ക് ആക്കി ജമാഅത്തിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുരുഷന്മാർ മാത്രം അവിടെയും സ്ത്രീകൾക്ക് പ്രത്യേകമായ പോയിന്റിൽ നമസ്കരിപ്പിക്കാം എന്ന സാഹചര്യം പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാ. ശരിയല്ലേ? ഇവിടെ മുമ്പ് പോയ ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. ശരിയല്ലെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. നേരിൽ നേരിൽ കണ്ട മനുഷ്യനാണ് ഞാൻ, അൽഹംദുലില്ലാ. അപ്പം ആയതുകൊണ്ട് സഹോദരിമാർ ആ കാര്യം ഒന്ന് എന്ത് ചെയ്യുക, പ്രത്യേക ശ്രദ്ധ. തന്നെയല്ല, ഈ സമയത്ത് മാറ്റിവിടുമ്പോൾ നിങ്ങളുടെ കൂടെ ഉമ്മ ഉണ്ടാകും, ഉമ്മയും കൂടി വന്നത് ഒരുമിച്ച് തവാഫ് ചെയ്യാൻ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഉണ്ടാവും. അപ്പം ഭാര്യേനെ മാറ്റിവിടും, ഭർത്താവിനെ ഇവിടെ നിർത്തും. അപ്പം എന്ത് ചെയ്യും, കൈവിട്ടു പോകും. പിന്നെ ഇവർ എവിടെ വഴിയെങ്ങും അറിയില്ലെങ്കിൽ, സ്ഥലം അറിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അപ്പം ആയതുകൊണ്ട് ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അൽഹംദുലില്ലാ. ഏഴാമത്തെ കാര്യം വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ഖത്മെങ്കിലും ഹറമിൽ വെച്ച് തീർക്കുക. ഇതാണ് ഖുർആൻ. ഒരു ഖത്മെങ്കിലും എന്ത് ചെയ്യുക, വിശുദ്ധമായ ഹറമിൽ വെച്ച് തീർക്കുക. വേറെന്താ ജോലി അവിടെ പോയിട്ട്? ഹറമിൽ പോയിട്ട് വേറെന്താ ജോലി? നിങ്ങൾ ഖുർആൻ ഓതുക. റൂമിലിരുന്നാലും ഓതാം, റൂമിലിരുന്നാലും കിട്ടും 1 ലക്ഷത്തിൻ്റെ. മറ്റേ ഹറമിലിരുന്നാൽ അതിനേക്കാൾ ഉപരി ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കൂലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹത്തം തീർത്താൽ എത്ര ഹത്തത്തിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞത്? 1 ലക്ഷത്തിൻ്റെ പ്രതിഫലം. നമുക്ക് നാട്ടിലിരുന്ന് 1 ലക്ഷം ഹത്തോതാൻ പറ്റുമോ? റമദാൻ മാസം വന്നിട്ട് പോലും ഒറ്റ ഹത്ത തീർക്കാത്തവരാണ് അധിക പേരും, അല്ലേ? റമദാൻ മാസം നമുക്ക് വന്നിട്ട് പോലും ഒരൊറ്റ ഹത്തം പൂർത്തിയാക്കിയ ആളുകളൊന്ന് കൈവക്കി എന്ന് പറഞ്ഞാൽ പലരും എന്ത് ചെയ്യേണ്ടി വരും. പക്ഷേ സഹോദരിമാർ കൈവക്കും ഇൻഷാ അല്ലാഹ്.
കാരണം അവരാ കാര്യത്തിൽ കുറേ ജാഗ്രതയും സൂക്ഷ്മതയും പ്രവർത്തനത്തിൽ അവർ കുറേ താല്പര്യമുള്ളവരുമാണ്. അൽഹംദുലില്ലാ, പടച്ചോൻ അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. അപ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ ഈ നിലയിൽ നമ്മൾ ഒരു ഖത്തം പോലും തീർക്കുന്നില്ല 30 ദിവസം ഉണ്ടായിട്ട്. അപ്പോൾ പിന്നെ ചുരുങ്ങിയ ദിവസമുള്ള സമയത്ത് ഒരു ഖത്തം തീർക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അലിഫ് എന്നത് ഒരക്ഷരമായി കാണുക, ലാം എന്നത് മറ്റൊരക്ഷരമായി കാണുക, മീം എന്നത് മറ്റൊരക്ഷരമായി കാണുക. ഓരോ അക്ഷരത്തിനും 10 ഹസനാത്തുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ 30 നന്മകളാണ് രേഖപ്പെടുത്തുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ എത്രയോ ആയാത്തുകളുള്ള, എത്രയോ ഹുറൂഫുകളുള്ള വിശുദ്ധമായ ഖുർആൻ ഓതുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തരുത്. ഈ ഉസ്താദേ എനിക്ക് ഓതാൻ അറിയാൻ പാടില്ല, അതിനുണ്ടാവുമല്ലോ, ഓതാൻ അറിയുമ്പോൾ ഇല്ലാത്തവരുണ്ടാവുമല്ലോ. കുഴപ്പമില്ല, ഖുർആൻ വിടുത്തുക, ഉദുവൊക്കെ എടുത്തിട്ട് ഖുർആൻ വിടുത്തുക, നോക്കിക്കൊണ്ടിരുന്നോ, നിങ്ങൾക്ക് ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. ഏതുപോലെ കഅബയിലേക്ക് നോക്കുമ്പോൾ കൂലി കിട്ടുന്നത് പോലെ എന്ത് ചെയ്യുന്നു, മുസാഫിലേക്ക് വിടർത്തി നോക്കിയിട്ട് എനിക്ക് ഓതാനും പടച്ചോനെ എനിക്ക് ഓതാൻ പറ്റില്ല, അന്ന് മദ്രസയിൽ വിട്ട സമയത്ത് പോകാനും പറ്റിയില്ല, പഠിക്കാനും പറ്റിയില്ല, എനിക്കൊരു അക്ഷരം ഓതാനും പാടില്ല, എനിക്കൊരു സങ്കടം, എത്രയോ സങ്കടപ്പെടുന്ന ആളുകളുണ്ടെന്ന് അറിയപ്പോഴും ഖുർആൻ അറിയാൻ പാടില്ലാത്തവർ എല്ലാം ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാൻ പിടിച്ചിട്ട് ഇങ്ങനെ ഖുർആനിലേക്ക്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹുവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഖുർആൻ ഓതുന്നവൻ്റെ ജോലി എന്താ? അള്ളാഹുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ആരുമായിട്ടല്ല. ആലോചിച്ചെങ്കിൽ അള്ളാഹുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ, അത്രയും വലിയ കാര്യമല്ലേ. അപ്പോൾ ആ നിലയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ അക്ഷരത്തിനും ഇങ്ങനെ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓതാൻ അറിയില്ലാത്തവരെ നോക്കിക്കൊണ്ടിരിക്കാനെങ്കിലും ഇതുപോലെ ഖുർആൻ ഇപ്പോൾ ഉസ്താദന്മാരൊക്കെ മിക്കവാറും പറയാറുണ്ടല്ലോ, ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കൽ എന്താണ് കൂലിയുള്ള കാര്യമാണ്. വെറുതെ ഉമ്മാൻ്റെ മുഖത്തേക്ക് അപരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൂലിയുള്ള കാര്യമാണ്. കഅബയിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൽ കൂലിയുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു തരാറുണ്ടല്ലോ, അല്ലേ? അതിൽപ്പെട്ടൊന്നാണ് ഈ ഖുർആനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഉമ്മാടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം വല്ലവരും ഉണ്ടോ? ഇപ്പം പിന്നെ ഇവിടെ വേറെ എന്തോരോ സുന്ദരികളായ പെണ്ണുങ്ങളെ കാണാനുണ്ട്. എന്നിട്ടാണ് പൈ ഒട്ടിച്ചുളങ്ങിയ ആർക്കും വേണ്ട അത് കീറിയൊക്കെ കോടി ഇങ്ങനെയൊക്കെ ഇരിക്കണം, ഉമ്മാടെ മുഖത്തേക്ക് നോക്കണം. വ്യവസ്ഥാനം വരെ പണിയൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരെ ഇപ്പോൾ ഉള്ളത്. ഉമ്മാടെ മുഖത്തേക്കും പറ്റാനും നോക്കാറൊന്നുമില്ല, അതെവിടെയെങ്കിലും കൊണ്ടുപോയിടും. അള്ളാഹ് പടച്ചോൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ആയതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിലേക്ക് നാം എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ടിരിക്കുക. അത് ഓതാൻ അറിയാത്തവരെ പറ്റി പറയുന്നത് ഇല്ലെങ്കിൽ ഒരു ഹത്തമെങ്കിലും തീർക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊന്ന്, 8ാമത്തേത്, ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ പരമാവധി സമയങ്ങളിൽ എന്ത് ചെയ്യുക, ഹറമിൽ പോയി ഇരിക്കുക. ഹറമിൽ പോയി ഇരിക്കുക. റൂമിലിരുന്നാൽ കിട്ടുമോ? റൂമിലിരുന്ന ഇഅ്തികാഫ് നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദർ റൂമി എന്ന് പറഞ്ഞു റൂമിനകത്ത് ഇരുന്ന് പറ്റുമോ? പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? എവിടെ പോയി ഇരിക്കണം? ഹറമിൽ പോയി പള്ളിയുടെ ഉള്ളിൽ കയറി എന്ത് ചെയ്യണം? ഇരിക്കണം. മുറ്റത്തിരുന്നാൽ കിട്ടുമോ? കുറേ ആളുകൾ ഇങ്ങനെ സുഖവാസ കേന്ദ്രം പോലെ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കണതാണ്. വർത്താനം പറഞ്ഞ് കിസ്താൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് അകത്ത് കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യുമോ? നീ എത്തിക്കുവാൻ്റെ നീയത്തോട്. അപ്പോൾ സാഹു എപ്പോഴും ഒതു കൊടുത്തുകൊണ്ട് മറ്റേ പോയിരിക്കാം. മുതലാവണ കേസൊന്നുമല്ല, എപ്പോഴൊക്കെ ഒന്നു പോകണേ ആൾക്കാരെ നമ്മൾ ഒന്നു വേണോ എത്തിക്കാഫിൽ? അത് വേണോ സാറേ? ഇല്ലല്ലോ. എത്തിക്കാഫിന് ഒന്നു വേണോ? വേണ്ട. പിന്നെന്താ വിഷയം? എത്തിക്കാഫിന് ഒന്നു വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ ഇരിക്കണമെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്നല്ല, ഒന്നുണ്ടാകൽ ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷേ ഒന്നുകൂടെ നല്ലതാണ്. പക്ഷെ ഇല്ല എന്നതിൻ്റെ പേരിൽ എന്തു ചെയ്യുന്നില്ല, എത്തിക്കാഫ് എന്താവുന്നില്ല, ബാത്തിലാവുന്നില്ല. വലിയ പ്രതിഫലമാണ്. വലിയ എത്തിക്കാഫിൻ്റെ പ്രതിഫലം പറഞ്ഞ തീരാത്ത വിഷയമാണ്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അപ്പം ആയതുകൊണ്ട് എത്തിക്കാഫിന് പരമാവധി സമയം അവിടെ ഇരിക്കുക. റൂമിലുള്ള ഇരുത്തവും അനുബന്ധമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി പരമാവധി ഹറമുമായി തന്നെ നാം എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ്. സമ്മതിച്ചല്ലോ എല്ലാവരും? ഇൻഷാ അല്ലാഹ്. അടുത്തത് 9ാമത്തെ കാര്യം, ഇക്താറു ശുർബി മാഇ സംസം. സംസം വെള്ളം കൂടുതലായി കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടുന്ന സമയങ്ങളിലൊക്കെ സംസം കുടിച്ച വെള്ളം. ഏത് ഉംറ ചെയ്ത് കഴിഞ്ഞ് കുടിക്കുന്ന കാര്യം പറഞ്ഞു നമ്മൾ.
ഉംറ ചെയ്ത് കഴിഞ്ഞ് കുടിക്കണ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കുടി, ആ കുടിയൊന്നും വേറെ. ഈ കുടി, ഏത് കുടി? അധികമായി കുടിക്കുക. ഇഷ്ടം പോലെ വെള്ളം നിങ്ങൾ കുടിച്ചതിന് വലിയ തീർന്നൊന്നും പോകില്ല. അള്ളാഹു തആല അത്രയും സംവിധാനമാണ് അവിടെ ചെയ്തേക്കണത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, കൂളിംഗ് ഉള്ള വെള്ളം പരമാവധി ഒഴിവാക്കുക. സാധാ വെള്ളം, മുബറദ് ആയ വെള്ളം ഒഴിവാക്കുക. വൈറു മുബറദ്, കൂളിംഗ് വാട്ടർ എന്ത് ചെയ്യും, ഒഴിവാക്കി സാധാരണ നിലയിലുള്ള വെള്ളം യഥേഷ്ടം നിങ്ങൾ കുടിച്ചോ. ശരീരത്തിന് സുഖം, ശരീരത്തിന് ആഫിയത്ത്, മാനസിക വിശുദ്ധി, രക്തത്തിൻ്റെ വിശുദ്ധി, റൂഹിന് വിശുദ്ധി, എല്ലാത്തിനും. എന്തിനധികം എന്നറിയുമോ? ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് പോലും അത് നിലനിൽക്കുമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം വെള്ളം വെള്ളത്തിൻ്റെ ദാഹം തീർക്കാൻ മാത്രമല്ല, ഭക്ഷണമായും സംസം വെള്ളത്തെ ഉപയോഗിച്ചിരുന്നതായി സഹാബാക്കൾ പലരെയും നമുക്ക് കാണാം. 1 മാസത്തോളം ഭക്ഷണം കഴിക്കാതെ സംസം വെള്ളം മാത്രം കുടിച്ച് ജീവിച്ച സഹാബത്തിനെ പറ്റി പോലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പായതുകൊണ്ട് പരമാവധി സംസം വെള്ളം എന്ത് ചെയ്യുക, കൂടുതൽ കുടിക്കുക. കുടിച്ചതിന് ശേഷം കുറേ രോഗങ്ങൾ, കുറേ അധികം നമുക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആർക്കറിയാം? ഇതിൻ്റെയൊക്കെ ശമനം സംസം വെള്ളത്തിലൂടെ കിട്ടി എന്ന് മനസ്സിലാക്കുന്നവർ ആരൊക്കെയുണ്ട്? അതും അറിയാൻ പാടില്ല. ഇപ്പം നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്ന, ഹറമിലേക്ക് നമ്മൾ ഉംറയ്ക്ക് പോകുന്നൊരു അവൻ 1 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോയേക്കാണ് എന്നൊക്കെ പറയുകയല്ലേ. അവിടെ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതിയില്ലേ സഹോദരന്മാരെ? പിന്നെന്താ ഇത്? ഒരു പക്ഷേ അവനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു, അവന് ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ കിഡ്നി രോഗം വന്നു, പലതും വരാമല്ലോ. അവന് എത്ര ലക്ഷം ചെലവാക്കണം? അല്ലാഹു തആല അതിന് പകരമായി അവനിക്ക് കൊടുത്തതെന്താ? 1 ലക്ഷം ചെലവാക്കിയപ്പോൾ സംസം വെള്ളം കുടിച്ചു, അവൻ്റെ രോഗം മാറി. എത്രയോ അനുഭവങ്ങൾ വിശദീകരിക്കുന്നില്ല. അപ്പം ആയതുകൊണ്ട് പരമാവധി നാം എന്ത് ചെയ്യുക? മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, നീ നിന്റെ കാര്യത്തിന് വേണ്ടി സംസം വെള്ളം കുടിക്കുന്നത് പോലെ, അള്ളാഹുവേ എൻ്റെ ഉമ്മ ഇന്ന രോഗിയായി കിടക്കുകയാ, എൻ്റെ വാപ്പ ഇന്ന രോഗിയായി കിടക്കുകയാ, എൻ്റെ വാപ്പാൻ്റെ രോഗം, എൻ്റെ ഉമ്മാൻ്റെ രോഗം മാറണേ അല്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ കുടിച്ചാലും എന്താകും? അല്ലാഹു തആല അവിടെ രോഗം മാറ്റുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു. അത്രയും പവിത്രമായ പുണ്യമായ വെള്ളമാണ് സംസം എന്ന് പറയുന്നത്. അല്ലാഹു തആല കൂടുതൽ കുടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 10ാമത്തെ കാര്യം എന്താണെന്നറിയുമോ? അവിടെ പുണ്യമായ മക്കയിലുള്ള താമസത്തിൻ്റെ ഇടയിൽ അവിടെ സന്ദർശിക്കേണ്ട ഇടങ്ങളെല്ലാം സന്ദർശിക്കുക. എവിടെ? മക്കയിൽ കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. മക്ക പോയിട്ട് എന്ത് ചെയ്യുന്ന, ഇന്ന സ്ഥലങ്ങൾ അവിടെ ചരിത്രഭൂമിയാണല്ലോ. മക്ക എന്ന ചരിത്രഭൂമിയല്ലേ. അപ്പോൾ അവിടെയുള്ള കുറേ ചരിത്രം ഉറങ്ങുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം നാം എന്ത് ചെയ്യുക? പരമാവധി കണ്ട് മനസ്സിലാക്കുക. അതിൽപ്പെട്ട ഒന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് അവിടെയുണ്ട്. പഴയ ഭാഗത്ത്. അവിടെ പൊളിച്ചളഞ്ഞോ? ഇല്ലല്ലോ, ഉണ്ടല്ലോ, പഴയ ബിൽഡിംഗ് ഉണ്ടല്ലോ അല്ലേ? അതെ. ഇപ്പം കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വരെ ഉണ്ടായി. ഇപ്പം 2 കൊല്ലമായി ഞാൻ പോയിട്ട്, അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല. ഇവരിപ്പോൾ പോയി വന്നവരാ, അൽഹംദുലില്ലാ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ സ്ഥലം, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് കാണുക. നമ്മുടെ ഒരു കുളിർമയാണത്. അപ്പോൾ ആ സ്ഥലം മറ്റേ മറുവ ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്നും അല്പം അകലെ നോക്കിക്കഴിഞ്ഞാൽ ആ മുറ്റത്ത് തന്നെ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അറിവുള്ളവരോട് ചോദിച്ച് ആ സ്ഥലമെല്ലാം പോയി കാണുക എന്നത് നല്ലതാണ്. 2ാമത്തേത് മക്കയിൽ സന്ദർശിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ജബലുന്നൂർ എന്ന് പറയുന്നത്. പ്രകാശപർവ്വതം എന്ന് പറയും. ജബലുന്നൂർ ഉണ്ടല്ലോ, ജബലുന്നൂറിലാണല്ലോ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി അതിൻ്റെ മുകളിലുള്ള ഗാർ ഹിറാ എന്ന ഗുഹയുടെ ഉള്ളിൽ കാലങ്ങളോളം ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയപ്പോഴാണല്ലോ നസലൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ ആദ്യത്തെ ആയാത്തുകൾ അള്ളാഹുവിങ്കൽ നിന്ന് വഹിയായി ഇറക്കിയ സ്ഥലമാണ് ജബലുന്നൂർ എന്ന് പറയുന്നതിൻ്റെ മുകളിലുള്ള ഗാർ ഹിറാ ഗുഹയുടെ ഉള്ളിൽ. അവിടെയൊക്കെ സന്ദർശിക്കാൻ സൗകര്യങ്ങൾ കൂടുതലുണ്ട്. മുമ്പ് കാലഘട്ടത്തിലൊക്കെ വലിയ പ്രയാസമായിരുന്നു കയറാനൊക്കെ.
ഇപ്പോൾ കുറേ പടികളൊക്കെ ഉണ്ടാക്കി നല്ല നല്ല സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറൽ സുന്നത്തൊന്നുമില്ല കേട്ടോ, അതോട് പറഞ്ഞേക്കാം. അവിടെ ഇങ്ങനെ ചെല്ലലും അതിൻ്റെ ഉള്ളിൽ കയറേണ്ടതൊക്കെ സുന്നത്ത് സ്കരിക്കലും അവിടെ അങ്ങനെ സുന്നത്തൊന്നും അവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല. പിന്നെ ചരിത്രമാണ്, പുണ്യമാണ്, നബി തങ്ങൾ ഇരുന്ന സ്ഥലമാണ്, അതിനുള്ള ആദരവ്, ബഹുമാനം, ഇതൊക്കെ മനസ്സിൽ വെക്കുക, ഒക്കെ ശരി. സുന്നത്താണ് എന്നൊരു അമല് എന്തില്ല, അവിടെ ഇല്ല കേട്ടോ. ശരി, അപ്പം അതും നമ്മൾ എന്ത് ചെയ്യുക, സന്ദർശിക്കുക. ജബലുൻ നൂർ എന്ന് പറയാൻ കാരണം എന്താ? പ്രകാശപർവ്വതം. രാത്രി സമയത്ത്, ചന്ദ്രൻ ഇല്ലാത്ത സമയത്ത് പോലും ആ പർവ്വതത്തിലേക്ക് ദൂരെ നിന്ന് നോക്കിയാൽ പ്രകാശമാണത്. ഒരാൾ രാത്രി സമയത്ത് കയറണമെന്ന് വിചാരിച്ച് കയറാൻ പറ്റും, അതിന് ടോർച്ച് വേണ്ടെന്നേ പറഞ്ഞത്. വേണ്ട, അനുഭവമാണത്. അതിങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നു എന്ന് പറയാൻ വലിയ സൂര്യൻ പ്രകാശിക്കും പോലെ പ്രകാശിക്കുന്ന അർത്ഥമല്ല. അടുത്ത് ചെന്ന് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കയറാൻ പറ്റും. ആ പർവ്വതവും നാം എന്ത് ചെയ്യുക, സന്ദർശിക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റാത്ത സഹോദരിമാർ, ഉസ്താദ് പറഞ്ഞ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നെഞ്ചുവേദന പിടിച്ച് ഇറങ്ങി വരാൻ പാടില്ലാതെ മുട്ടുവേദന, അല്ലെങ്കിൽ തന്നെ മുട്ടുവേദനയാണ് എല്ലാവർക്കും, നടുവേദന. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒക്കെ പുറത്തേക്ക് കയറാൻ ഇപ്പോഴത്തെ പണ്ട് 2 മണിക്കൂർ വേണമായിരുന്നു മുകളിലേക്ക് കയറാൻ. ഇറങ്ങി വരാൻ 1.25 മണിക്കൂറിൽ 1.5 മണിക്കൂർ ഇറങ്ങി വരാൻ. ഇന്നിപ്പോൾ കുറച്ചുകൂടി സമയം വേണ്ട, 2 മണിക്കൂർ വേണ്ട, കാരണം കുറേ പടികൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പോകുന്നതിനേക്കാൾ കുറച്ച് സമയം മതി താഴേക്ക്. പക്ഷേ കയറുന്നതിനേക്കാൾ പ്രയാസം ഇറങ്ങൽ അല്ലേ. മുട്ട് ബ്രേക്ക് പിടിച്ചിട്ടാണെങ്കിൽ അത് മുട്ടിൻ്റെ മുട്ട് എന്ത് ചെയ്യും, കഴച്ചു പോകും അതിലിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അല്ലേ. അതെ, കയറിയാലേ അറിയാൻ പറ്റുള്ളൂ അത്. ഇപ്പം നമ്മുടെ പെണ്ണുങ്ങൾ നടക്കാറില്ലല്ലോ, അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നടക്കൂല, ഒന്നുമില്ല. ഇത്തങ്ങൾ വീട്ടിലിങ്ങനെ എന്ത് ചെയ്യുന്നു, വീട്ടിലിരുന്ന് അടുക്കളയിൽ തന്നെ കഴിഞ്ഞുകൂടിയൊക്കെയാണ്. വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ശരി, ആകട്ടെ. അപ്പം ഈ നിലയിൽ എന്ത് ചെയ്യണം, സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ രണ്ടാമത് ജബലുൻ നൂർ കാണുക. അതുപോലെ തന്നെ ഗാറ് സൗർ, മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ശത്രുക്കൾ കാണാതെ എന്ത് ചെയ്തു, ചില സ്ഥലത്തൊരു ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നൊരു ഭാഗമുണ്ടല്ലോ, അതാണ് ഗാറ് സൗർ എന്ന് പറയുന്നത്. അതും മക്കയുടെ ഏകദേശം ഒരു 4-4.5 കിലോമീറ്ററിന് ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഗാറ് സൗർ. അതും പരമാവധി കയറാൻ പറ്റുമെങ്കിൽ കയറുക, കാണാൻ വേണ്ടി ചരിത്രം, ഇല്ലെങ്കിൽ അത് താഴെ നിന്നെങ്കിലും ഒന്ന് വീക്ഷിക്കുക. അതും നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അടുത്തത് പിന്നീട് പ്രത്യേകം ഉണർത്താനുള്ളത് ജന്നത്തുൽ മുഅല്ലയാണ്, മക്കയിലെ ഖബർസ്ഥാൻ. ആയിരക്കണക്കിന് അല്ല, 10,000-കണക്കിന് അല്ല, ലക്ഷക്കണക്കിന് ഉന്നതന്മാരായ ആളുകൾ മറപട്ട് കിടക്കുന്ന പുണ്യമായ ഭൂമിയാണ് മക്കയിലെ ഖബർസ്ഥാനാണ്. അവിടെ കുറേ സഹാബാക്കളുമുണ്ട്. അധികം സഹാബത്തൊന്നും ഇല്ല, കുറച്ച് സഹാബാക്കളും അതിനകത്തുണ്ട്. പ്രത്യേകമായി മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അവിടെയുണ്ട്. അവിടെ ഖബർ പ്രത്യേകമായി വേർതിരിച്ച് പ്രത്യേകമായി നമുക്ക് കാണാൻ പറ്റും. സഹോദരിമാരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാറില്ല. മുകളിലൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ്. പുരുഷന്മാർ അതിൻ്റെ ഉള്ളിൽ പോയി സിയാറത്തൊക്കെ ചെയ്യുക. അതോടൊപ്പം അതിനകത്ത് മഹദിയായ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠ സഹോദരി അസ്മാ ബിൻതി അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അത് ഖദീജ ബീവിയുണ്ട്. രണ്ടാമത്തേത് ആയിഷ ബീവി. ആരാ? ആയിഷ ബീവി നബി തങ്ങളുടെ ഭാര്യയല്ലേ, ഭാര്യയുടെ ജ്യേഷ്ഠത്തി, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ. ആര്? അസ്മാ ബിൻതി അബീബക്കർ. അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറും അവിടെയുണ്ട്. അതോടൊപ്പം അവർ തൊട്ടടുത്ത് തന്നെ ഏകദേശം അധികം ദൂരമല്ലാത്ത രീതിയിൽ ആ മഹദിയുടെ മകനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറും എവിടെയുണ്ട്? ഈ ജന്നത്തുൽ മുഅല്ലയിൽ ഉണ്ട്. സാധിക്കുന്നവരെല്ലാം ആ ജന്നത്തുൽ മുഅല്ലയിലും പോയിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകമായി കണ്ട് സിയാറത്ത് ചെയ്യുക. അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് മസ്ജിദുൽ ജിന്ന്, മസ്ജിദ് ഷജറ പോലെയുള്ള കുറേ പള്ളികളും ചരിത്രം ഉറങ്ങുന്ന കുറേ പള്ളികളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ പുണ്യമാക്കപ്പെട്ടതാണ്, കാണേണ്ടതാണ്, അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പല ആളുകളും ഞാൻ ഓർത്തുപ്പോട് പറഞ്ഞു പോകാണ്.
ഇത് രേഖ എവിടെയാണ് ഉസ്താദ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല ഉള്ളത്. അത് മറ്റൊന്നുമല്ല, ഈ മക്കളില്ലാത്ത ആളുകളുണ്ടല്ലോ, വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന പല സഹോദരന്മാരും പല സഹോദരിമാരും, ഇങ്ങനെയുള്ളവർക്ക് ഈ മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്നൊരു പള്ളി അവിടെയുണ്ട്. ആ പള്ളിയുടെ ഉള്ളിൽ ചെന്ന് 11 പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ ഓതുക. 11 പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ ഓതി ദുആ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും അനുഭവം ഉണ്ട്. എന്താണ് മക്കൾ ഉണ്ടാകുന്ന അള്ളാഹുവിനോടല്ലേ നമ്മൾ ചോദിക്കുന്നത്, വേറെ ആരോടല്ല. ആ സ്ഥലം വലിയ പുണ്യമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ക്ലാസ് എടുത്ത ഒരു സ്ഥലം ആണ്. ഖുർആനിലൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതോട്ടെ കുറേ ഏതുണ്ട് ജിന്നുകൾ ക്ലാസ് എടുത്ത കാര്യമുണ്ടെന്നല്ല, കുട്ടികളുണ്ടാവും എന്നുള്ളതല്ല അല്ലാട്ടോ. അപ്പോൾ ആയതുകൊണ്ട് അതൊരു പുണ്യമായ സ്ഥലമാണ്. അപ്പോൾ ആയതുകൊണ്ട് അവിടെ ഇരുന്നെങ്കിൽ ചെല്ലിയാൽ കിട്ടുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു. അങ്ങനെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ആർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം സന്തോഷത്തോടുകൂടെ തിരിച്ചു വന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു, മക്കളില്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല സാലിഹ്യങ്ങളായ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നിലയിൽ ആ മസ്ജിദുൽ ജിന്ന് എന്ന പള്ളിയും തൊട്ടടുത്ത മസ്ജിദ് ഷജറ എന്ന് പറയുന്ന പള്ളിയും, അതൊക്കെ നിങ്ങളുടെ കൂടെ അമീർമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചോദിച്ചു ഇവിടെ താരീഖുകളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്ക്. ഞാൻ ഇനി അങ്ങോട്ടൊന്നും കടക്കുന്നില്ല, സമയം വൈകും. അതോടൊപ്പം തന്നെ ഹറമിൻ്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഉംറക്ക് പോകാൻ വേണ്ടി ബസ് കാത്ത് പോകുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് തൊട്ടപ്പുറത്തൊരു ചെറിയ ചുറ്റുവട്ടത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ. സുമയ്യ ബീവി ആരാ? അവ്വലു ഷഹീദത്തിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദത്തായ മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ അവിടെ ഇന്നും ഉണ്ട്. പക്ഷേ ഇന്നതെന്ന് വ്യക്തമാവില്ല, ആ ബൗണ്ടറിയുടെ ഉള്ളിലുണ്ട്. അവിടെ തന്നെയായിരുന്നു പണ്ട് കാലത്ത് പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതും ആ ബൗണ്ടറിയുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് വരെ അവിടെ പുതിയ ഒരു ബിൽഡിങ്ങോ മറ്റോ ഉണ്ടാക്കാൻ സൗദി ഗവൺമെൻറ്റിനെ കൊണ്ട് ഇപ്പോൾ വരെ സാധിച്ചിട്ടില്ല. പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പലപ്പോഴും ഇടിച്ചു പൊളയിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, ഒന്നും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. പള്ളിയുടെ വികസനം അതിൻ്റെ പരിസരത്ത് വരെ ആക്കിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, കയറ്റിയിട്ടില്ല എന്നത് ഇന്ന് വരെ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പുണ്യമായ സ്ഥലങ്ങളെല്ലാം കാണാനും മനസ്സിലാക്കാനും പടച്ച നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് മക്കയിലുള്ള താമസത്തെ പറ്റിയാണ് പറഞ്ഞത്. മക്കയിലുള്ള താമസത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ടിയുള്ളത് എന്താണ്? ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചാണ്. ഉണർവിൽ തന്നെയാണോ എല്ലാവരും? ഉറക്കത്തിലാണോ? ആരും ഉറക്കത്തിലല്ലല്ലോ, എല്ലാവരും ഉഷാറിലാണല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഹജ്ജ് ചെയ്യാൻ പോകണ്ടേ? പോകണം, ഉടനെ നമുക്ക് പോകണം. എന്നാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ അമലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ നിശ്ചിത കാലഘട്ടത്തിൽ മക്കയിൽ താമസിക്കുന്ന ആളുകളായ നിങ്ങൾ ചെയ്യേണ്ട 10 മുഖ്യമായ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? 10 മുഖ്യമായ കാര്യം. ഒന്നെന്താണ് പറഞ്ഞത്? 1 ഉംറകൾ അധികരിപ്പിക്കുക, 2 തവാഫ് അധികരിപ്പിക്കുക, 3 കഅബയിലേക്ക് കൂടുതലായി നോക്കിക്കൊണ്ടിരിക്കുക, 4 സദക്കകൾ അധികരിപ്പിക്കുക, 5 ഹിജ്ർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ കൂടുതൽ കയറുക, 6 ജമാഅത്തിൻ്റെ കാര്യം സൂക്ഷിക്കുക, 7 ഖുർആൻ ഒരു ഖത്തമെങ്കിലും പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക, 8 ഇഅ്തികാഫ് ഇരിക്കുക, 9 സംസം വെള്ളം കൂടുതലായി കുടിക്കുക, 10 സന്ദർശിക്കേണ്ട സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യുക? സന്ദർശിക്കുക. ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് ഒരു വിഷയം കൂടി നിങ്ങളുടെ ഇതിനിടയിൽ പറയാനുണ്ട്. ഈ അറത്ത് കൊടുക്കുന്ന ഫിദിയയുമായി ബന്ധപ്പെട്ട കാര്യം ഞാനത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് മുതൽക്കാണ് ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ അമലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രവേശിക്കുന്നത്. ദുൽഹജ്ജ് 8-ൻ്റെ അന്ന്. ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് ആണ് മുതലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? 7-ൻ്റെ അന്ന് മുതൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെടുത്തി നിങ്ങളെ കൊണ്ടുപോകും. ആര്? ഹജ്ജ് കമ്മിറ്റിക്കാർ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവിടുത്തെ മുത്തവ്വീഫ് കൊണ്ടുപോകും. അത് പ്രൈവറ്റ് ആയാലും വേണ്ടില്ല, ഹജ്ജ് കമ്മിറ്റി ആയാലും വേണ്ടില്ല, 7-ൻ്റെ അന്ന് തന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോകും. ഇനി പ്രൈവറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മദീനത്തായിരിക്കും അധികവും ആ സമയത്ത്. അവരെ നിങ്ങൾ എന്ത് ചെയ്യും? അവരെ 5-ൻ്റെ അന്ന് തന്നെ കൊണ്ടുവരുവാണ്. എന്ന് ദുൽഹജ്ജ് 5-ൻ്റെ അന്ന് തന്നെ എന്ത് ചെയ്യും? ഇഹ്റാം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി വരും? പോരേണ്ടി വരും. ഏതാണെങ്കിലും എന്ന് ഇഹ്റാം ചെയ്താലും ഹജ്ജിൻ്റെ അമലുകൾ 6 ദിവസമാണ്. അത് പഠിക്കാം. എങ്ങനെ ഹജ്ജിൻ്റെ അമലുകൾ 6. ഏതൊക്കെ ദിവസം? ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13.
ഏതൊക്കെ ദിവസം? ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13. ഇങ്ങനെ 6 ദിവസത്തെ അമലുകളാണ് എന്ത് ചെയ്യുന്നത്? ഹജ്ജിൻ്റെ അമലുകൾ. ഈ 6 ദിവസത്തെ അമലുകളിൽ ഒതുങ്ങി നിൽക്കും. ഇഹ്റാം ചെയ്തെന്നായിരുന്നു? എന്ന് മുതലേ ചെയ്തു? നമ്മൾ പറഞ്ഞില്ലേ, ശവ്വാൽ 1 മുതൽ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ഇഹ്റാമിലെ നിൽക്കണയാണ്. പക്ഷേ അമൽ ആരംഭിക്കുന്നത് എന്ന് മുതലാ? ദുൽഹജ്ജ് 8ൻ്റെ അന്ന് മുതൽക്കാണ് ആരംഭിക്കുന്നത്. ഈ ഹജ്ജിൻ്റെ ഫർളുകൾ നിങ്ങൾ പഠിച്ചില്ലേ? ഹജ്ജിൻ്റെ ഫർള് ഞാൻ എണ്ണി പറഞ്ഞതില്ലേ? ഉംറയുടെ ഫർള് പറഞ്ഞില്ലേ? 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 മുടികളയൽ. ഹജ്ജിൻ്റെ പറ. അറഫയിൽ നിൽക്കുക. അപ്പോൾ എന്ത്? ഹജ്ജിൻ്റെ ഫർള് കഴിഞ്ഞില്ലേ? അല്ലേ? ഹജ്ജിൻ്റെ ഫർള് കഴിഞ്ഞു. പിന്നെ ഒരു ഫർളോട് കൂടുതൽ ഞാൻ പറഞ്ഞു, തർത്തീബെന്ന് പറഞ്ഞു അല്ലേ? അത് പറഞ്ഞു അല്ലേ? ഓർമ്മ വേണം കേട്ടോ. അത് ഫർള് കഴിഞ്ഞു. ഈ ഹജ്ജിന് ഒരു പ്രത്യേകതയുണ്ട്. ഹജ്ജിന് ഒരു പ്രത്യേകതയാണ്. സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ പറയണത്? ഉണ്ടോ? ഇല്ലാന്ന് തോന്നണ. ഉണ്ടല്ലോ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഹജ്ജിന് ചില വാജിബാത്തുകളുണ്ട്. ഹജ്ജിന് എന്തുണ്ട്? വാജിബാത്തും ഫർളും ഹജ്ജിന് പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഹജ്ജിന് ഫർള് ഒന്ന് വേറെ, വാജിബാത്തുകൾ ഒന്ന് വേറെ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ? ഫർളുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെട്ടു. വാജിബുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെടൂല, പരിഹരിക്കാം. എങ്ങനെ? ഫിദിയ കൊടുത്ത് പരിഹരിക്കാം. പക്ഷെ മനസ്സിലായോ? ഫർളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് പോയാൽ ഹജ്ജ് നഷ്ടപ്പെട്ടു, പിന്നീട് ഖളാ വീട്ടേണ്ടി വരും. വാജിബാത്തിൽപ്പെട്ട ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഫിദിയ കൊടുക്കേണ്ടി വരും. ഏതാണ് വാജിബാത്തുകൾ? പെട്ടെന്ന് ഓടിച്ചുകൊണ്ട് പറയാം, വിശദമായി ഇൻഷാ അല്ലാഹ് നാളെ. ഒന്നാമത്തേത് മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്യുക. ഒന്നാമത്തേത് നിശ്ചിത സ്ഥലത്ത് നിന്നും ഇഹ്റാം ചെയ്യുക. രണ്ടാമത്തേത് മിനയിൽ കല്ലെറിയുക. മൂന്നാമത്തേത് മിനയിൽ രാപാർക്കുക. നാലാമത്തേത് മുസ്ദലിഫയിൽ രാപാർക്കുക. അഞ്ചാമത്തേത് അറഫയിൽ രാപകലുകളുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടുക. അറഫയിൽ രാപകലുകളുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടുക. വിശദീകരണം നാളെ. ആറാമത്തേത് വദാഇൻ്റെ തവാഫ് ചെയ്യുക. വദാഇൻ്റെ തവാഫ് ചെയ്യുക. ഈ വാജിബാത്തുകൾ നാം അറിയണം, പഠിക്കണം. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് നാളെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വാലിഹായ അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതെല്ലാം ഓർമ്മശക്തി അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുണ്യഭൂമിയിലേക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി ആ പുണ്യഭൂമിയിലേക്ക് എത്തുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.